യുടെ ജന്മദിനം സന്തോഷത്തോടുകൂടി ആമോദത്തോടുകൂടി എല്ലാ സന്തോഷവും പ്രതിഫലിക്കുന്ന രീതിയിൽ അവിടെ നിന്നുള്ള വരികൾ അങ്ങനെ ഗദ്യമായും പദ്യമായും പദ്യ സമ്മിശ്രമായും ഒക്കെ പാരായണം ചെയ്തുകൊണ്ട് മൗലീദ് സദസ്സുകളും സൗഹാർദ്ദ സദസ്സുകളുമൊക്കെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലുമൊക്കെ എല്ലാം നടന്നു വരുമ്പോഴാണ് അതിന്റെ എല്ലാം അരികുപറ്റിക്കൊണ്ട് 2018 ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന പോത്തൻകോട്ടുള്ള സുന്നി പ്രവർത്തകർ ഇവിടെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹബ്ബത്ത് മുൻനിർത്തിക്കൊണ്ട് ഇവിടെ ഉദ്ഘാടക പ്രസംഗകനായ ആദരണീയനായ ബാഅലവി തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആ ഉമ്മത്ത് ഞങ്ങളുടെ ഉമ്മത്തിനൊരു നേതാവുണ്ട്, ഇമാമുണ്ട്. അത് മറ്റാരുമല്ല, സമശീർഷതയില്ലാത്ത തുല്യതയില്ലാത്ത മനുഷ്യരിൽ നിന്ന് അതീതനായി പ്രവർത്തിക്കുന്ന മനുഷ്യ പ്രവാചകൻ. അത് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ലോകത്തേക്ക് അവതീർണമാക്കപ്പെട്ട ഖുർആൻ എന്താണെന്ന് പരിചയപ്പെടുത്തി. ഹിറാ ഗഹ്വരത്തിന്റെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ധ്യാനം നിമഗ്നനായിരിക്കുമ്പോൾ അല്ലാഹുവിൽ നിന്ന് ലഭിച്ച ആ പ്രത്യയശാസ്ത്രം അത് ലോകത്ത് പിൽക്കാലത്ത് അതിപുരാതനമായ അപരിഷ്കൃത മനുഷ്യനെയും ആധുനിക ലോകത്തെ പരിഷ്കൃത മനുഷ്യന്റെ മനസ്സുകളെയും ഒക്കെ പരിവർത്തിപ്പിച്ച് പരിവർത്തനത്തിന്റെ പടഹത്തിൽ വരുത്തി നിൽക്കുവാൻ കഴിഞ്ഞ ഒരു അതുല്യമായ സുന്ദരമായ സുഭഗമായ ഒരു പ്രത്യയശാസ്ത്രം, അത് മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഉമ്മത്തിന്റെ പ്രയാണം, അതിലൂടെ തന്റെ നേതാവിനെ സ്മരിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനെ എല്ലാത്തിലും ഉപരിയായി വാഴ്ത്തിക്കൊണ്ട് അങ്ങനെ സാഗൂതം ജൈത്ര യാത്ര തുടരുമ്പോൾ അതിനെതിരെയും പല ഭാഗത്തും പലപ്പോഴും പല കോലാഹലങ്ങളും പലതും നാം കേൾക്കാറുണ്ട്. അതെല്ലാം അർഹിക്കുന്ന അവജ്ഞയോടുകൂടി നാം തള്ളിക്കൊണ്ട് നമ്മുടേതായ സച്ചരിതന്മാർ സഞ്ചരിച്ച ആ പാതയിലൂടെ മഹാനായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ സഹാബാക്കളിലൂടെ താബിഈകളിലൂടെ അങ്ങനെ സൂര്യ തേജസ്സായ പണ്ഡിതവര്യന്മാരിലൂടെ നമ്മളിലേക്ക് എത്തിയ ആ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശവും ആശയവും മുറുകെ പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള ഈ പ്രയാണത്തിൽ അൽഹംദുലില്ലാഹ് പോത്തൻകോട്ടെ ജനങ്ങൾ അതിനെ സസന്തോഷം സ്വീകരിച്ചുകൊണ്ട് സമുചിതമായി തന്നെ എല്ലാ വർഷവും ആഘോഷിക്കുന്നു എന്നത് ഏതൊരു സുന്നി പ്രവർത്തകന്റെയും മനസ്സിൽ അഭിമാനം തോന്നിക്കുന്ന ഒരു ദിനമാണ്. അധ്യക്ഷ എന്നുള്ള നിലയിൽ ഞാൻ ദീർഘനേരം സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ബഹുമാന്യനായ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ അബ്ദുൽ കരീം സഖാഫിയുടെ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സയ്യിദ് ബാഅലവി തങ്ങളാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കറിയാം ബാഅലവി അത് സുന്നത്ത് ജമാഅത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. വരയ്ക്കൽ മുല്ലക്കോയ ബാഅലവി തങ്ങളിൽ നിന്ന് ആരംഭിച്ച സമസ്തയുടെ ആ പ്രയാണം അതിന്റെ ആണ്ടുകൾ പിന്നിട്ടിട്ടുള്ള തലമുറയാണ് ഞാനും നിങ്ങളുമൊക്കെ. നമ്മുടെ ഈ സദസ്സിലും ആ ബാഅലവി കുടുംബത്തിൽപ്പെട്ട ഒരു തങ്ങൾ അവറുകളെ കൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം നമുക്ക് ഏവർക്കുമുണ്ട് എന്നുള്ള കാര്യം ഞാൻ വിസ്തരിക്കുന്നില്ല. എന്തായാലും ഇന്നുകൊണ്ട് അവസാനിക്കുന്ന പരിപാടിയല്ല ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. സാധാരണ പോലെ 3 ദിവസം, ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഇവിടെ നടക്കുന്ന മഹത്തായ പരിപാടികൾ, അതിലൊക്കെ കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും സാദാത്യങ്ങളുമൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതിലൊക്കെ നിങ്ങളുടെ നിസ്സീമമായ സഹകരണം തുടർന്നും ഉണ്ടാകും എന്ന പ്രത്യാശയോടുകൂടി എന്റെ വാക്കുകൾക്ക് ഞാനിപ്പോൾ തൽക്കാലം വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ അബ്ദുൽ കരീം സഖാഫി അവരുകളെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിലേക്കായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه البررة الكرام بسم الله العظيم القدرة والسان سديد البطش والبرهان حافل الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح وما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم إنا نبرأ من حولنا وقوتنا إلى حولك وقوتك يا ذا الجلال والإكرام أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا صاحب البغداد كل ناصر يا مطلب الحاجات عبد القادر نحن ندعو ربنا الكريم في التوسل واستغاثات بكرة عيننا مدبور ولي لا إله ചെറിയ ദിക്കറല്ലേ എല്ലാവർക്കും ചൊല്ലാനല്ലോ ഒരു ശബ്ദം ഉണ്ടാവട്ടെ ലൈസ ഖുസ്റാനുൻ ലിമൻ ആതാ ഇലൈക്കും ത്വാലിബ ബൽ ബിമത്ലൂബിൻ ലഹു ഖദ്
فاز يا مدبور ولي لا إله كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبر ولي لا إله إلا الله ഏറ്റവും ബഹുമാനമുള്ള ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് ചുരുങ്ങിയ മിനിറ്റുകളിൽ ഗഹനമായ ഒരാശയം സദസ്സിന് സമർപ്പിച്ച പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മുനീർ സാഹിബ് കണിയാപുരം, സ്വാഗതം ആശംസിച്ച പള്ളി ദർസിൽ എന്റെ ശരീക്ക് കൂടിയായിരുന്ന ഷറഫുദ്ദീൻ, ഇപ്പൊ പോലീസാണെങ്കിലും മുമ്പ് മുത്തലിമായിരുന്നു. അതുപോലെ ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്ത സയ്യിദ് കുടുംബത്തിലെ പ്രഗത്ഭ പണ്ഡിതൻ സയ്യിദ് ബാലവി തങ്ങൾ, സ്റ്റേജിൽ ഉപവിഷ്ടരായ വന്യരായ ഉസ്താദുമാർ, മഹത് വ്യക്തിത്വങ്ങൾ, ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന നല്ലവരായ രക്ഷിതാക്കളെ, യുവാക്കളെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനുഗ്രഹീതമായ സദസ്സിൽ സയ്യിദുമാരോടൊത്ത്, ആലിമീങ്ങളോടൊത്ത് മുത്തുനബിയുടെ മദഹുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചുകൂടിയ നമുക്ക് ഇതേപോലെ നമ്മുടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികളോടൊത്ത് ആ നേതാവിന്റെ ജിവാറിലായി സ്വർഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്തിട്ടുള്ള പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, ജ്യേഷ്ഠാനുജന്മാർ, കുടുംബത്തിലെ പലരും ഖബറിലാണ്. അല്ലാഹു അവരുടെ ഖബറുകൾ പ്രകാശിപ്പിക്കുമാറാവട്ടെ. പുറമേ കാണുമ്പോൾ ചിരിക്കുന്നു, സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലൊക്കെ പല കുടുംബങ്ങളും ധാരാളം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതകാലം അല്ലാഹുവിന്റെ തൃപ്തിയിൽ മാത്രം ജീവിച്ച് മരണം അനുഗ്രഹമാകുമ്പോൾ അതൊരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കെ സ്വാലിഹീങ്ങളുടെ സമക്ഷത്തിൽ വെച്ച് റഹ്മത്തിന്റെ മലക്കിന്റെ തലോടലേറ്റ് സ്വർഗീയ അനുഭൂതികൾ കണ്ട് കണ്ണുനീർ കണങ്ങൾ വന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് കൽബ് ലംഘി മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു മജ്ലിസുൽ ഇജാബ പോത്തങ്കോട് അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി നടത്തിവരുന്ന ഹുബ്ബുർ റസൂൽ കോൺഫറൻസിന്റെ പ്രഥമ ദിവസമാണ് ഇന്ന്. ഈ നാട് എനിക്ക് പരിചയമുള്ള നാടും ഇതിൽ പല മുഖങ്ങളും എനിക്ക് പരിചയമുള്ള മുഖങ്ങളും. പോത്തങ്കോട് ജുമാഅത്ത് പള്ളിയിൽ ഞാൻ മുമ്പ് 2 ദിവസത്തെ മതപ്രസംഗത്തിന് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അണ്ടൂർക്കോണവും ഈ പരിസരങ്ങളിലൊക്കെ പലപ്പോഴും ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അന്നു മുതൽ ഇന്നേ വരെ ആ ബന്ധം നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, പരിശുദ്ധ ഹജ്ജ് ഉംറ വേളകളിലൊക്കെ ഹറമിലെത്തുമ്പോൾ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ദുആ ചെയ്യുമ്പോൾ
പരിചയമുള്ള സ്ഥലങ്ങളിൽ ഓർമ്മ വരുന്ന സ്ഥലമാണ് ഈ സ്ഥലങ്ങളൊക്കെ. അള്ളാഹു ഈ ബന്ധം നാളെ ആഖിറത്തിലും നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ആമീനൊന്നും തീരെ വോൾട്ടേജ് ഇല്ല. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഇന്ന് പ്രഥമ ദിവസം കൊണ്ടാവാം ചെറിയ രൂപത്തില് സദസ് ശുഷ്കിച്ച് കാണുന്നത്. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും ഒക്കെ ആളുകൾ കൂടുതൽ എത്തും എന്ന് സംഘാടകർ പ്രതീക്ഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഉള്ള ആളുകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. ഒരശ്രദ്ധ ഭാവത്തോടെയല്ല, മറിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ജിജ്ഞാസ ഓരോരുത്തരുടെ മുഖത്തും പ്രകടമാണ്. അല്ലാഹു ദീനിനെ പറ്റി പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെയുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകമെമ്പാടും ചെറിയ ഒരു നിരീക്ഷണം നടത്തിയ ചുറ്റുപാടുകൾ ആശാവഹമല്ല. എല്ലാ തലങ്ങളിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിനൊന്ന് രൂക്ഷമാവുകയാണ്. പ്രകൃതിയിലേക്ക് നോക്കിയാൽ ആശ്വാസത്തിന് വക കാണുന്നില്ല. ഇക്കഴിഞ്ഞ ഹജ്ജ് വേളയിൽ വിശുദ്ധ ഹറമുകളിൽ ഞങ്ങൾ ഉള്ളപ്പോഴാണ് കേരളത്തെ പിടിച്ചു കുലുക്കിയ പ്രളയം കേരളത്തിൽ നടക്കുന്നത്. അതിൽ നിന്നും ഇപ്പോഴും കേരള ജനത മുക്തമല്ല. ആ പ്രളയക്കെടുതിയെ തുടർന്ന് ഇപ്പൊ ശാസ്ത്രലോകം രണ്ട് മുന്നറിയിപ്പ് കൂടി നമുക്ക് നൽകുകയാണ്. മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ ശരിയായ ഒരു നിരീക്ഷണം നടത്തിയാൽ ഈ പ്രപഞ്ചം നൽകുന്ന സൂചനകൾ ആശാവഹമല്ല. പ്രളയക്കെടുതിയെ തുടർന്ന് ഇപ്പോൾ ശാസ്ത്രം നൽകുന്ന സൂചന ഇനി രണ്ട് വിപത്തുകൾ കൂടി ഈ നാടിനെ പിടികൂടാനുണ്ട് എന്ന്. പക്ഷെ ആ മുന്നറിയിപ്പ് കേൾക്കുമ്പോൾ വിശ്വാസികളുടെ ഈമാൻ വർദ്ധിക്കും. കാരണം 1400 വർഷങ്ങൾക്കപ്പുറം അഷ്റഫുൽ വറ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് നൽകിയ സൂചനകൾ പുലർന്നു എന്നതിനപ്പുറം മറ്റൊന്നും നാം കാണുന്നില്ല. എന്നാണ് ഇപ്പോൾ ശാസ്ത്രം നൽകുന്ന രണ്ട് സൂചന. ഒന്ന്, ശക്തമായ പ്രളയമാണ് നമ്മുടെ ഉറക്കം കെടുത്തിയതെങ്കിൽ ഇനി ശക്തമായ വരൾച്ച ഈ നാടിൽ പിടിപെടുമെന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഈമാനിന് വർധനവുണ്ടാകും. എന്തുകൊണ്ട്? മുത്തുനബി ലോകത്തോട് പ്രവചിച്ചിട്ടുണ്ട്, ശക്തമായ വരൾച്ച കൊണ്ട് പ്രകൃതിയിലൂടെ സഞ്ചരിക്കുമ്പോ ശരീരത്തിന് പൊള്ളലേൽക്കുന്ന ചൂട് അനുഭവപ്പെടാനുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് കുറച്ചുകൂടെ ഒന്ന് ഉഷാറാക്കാം. ഇപ്പൊ യാത്രകളുടെ കാലമാണ്. പല യാത്രകളും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ യാത്രകളൊക്കെ ഇപ്പൊ പോത്തങ്കോട് ജംഗ്ഷനിൽ ഒരു യാത്ര വന്നാൽ നട്ടുച്ച സമയത്ത് ഒരു 10 പ്രവർത്തകർ കാണും. അത് വലവുക്കാന വലതൻ ഔ ഇടതൻ ഔ ഏതാണെങ്കിലും ശരി, നമുക്ക് എല്ലാത്തിനോടും പ്രത്യേക താല്പര്യവുമില്ല, പ്രത്യേക വെറുപ്പുമില്ല. അപ്പൊ 10 ആളുകൾ ഈ ജംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് തങ്ങള് ബഹുമാനിക്കുന്ന നേതാവ് ആ ജംഗ്ഷനിൽ വരുമ്പോ ഒരു ഷാള് കൊടുത്തിട്ട് അയാളെ സ്വീകരിച്ച് മുദ്രാവാക്യം വിളിച്ചാൽ ആ ശബ്ദം വെഞ്ഞാറമ്മൂട് കേൾക്കും. അത്രയും ശബ്ദത്തിൽ നമ്മൾ ഒച്ചയിടും. പക്ഷെ ഇത്ര ശബ്ദത്തിൽ നമ്മൾ തൊണ്ട പൊട്ടിച്ചിട്ട് മഹ്ശറയിൽ അങ്ങ് ചെല്ലുമ്പോ അള്ളാനോട് ഈ നേതാക്കന്മാര് പറയോ, പറച്ചോനെ, പോത്തങ്കോട് ടൗണിൽ നട്ടുച്ച സമയത്ത് എരിപൊരി കൊള്ളുന്ന വെയിലിൽ ഞങ്ങൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ച ആളാണ്, അതുകൊണ്ടൊന്ന് വെറുതെ വിട്ടേക്കൂ എന്ന് പറയാൻ ആംബിയറുള്ള നേതാവ് ഒരു രാഷ്ട്രീയ നേതാവുമില്ല. അവിടെ ആംബിയറുള്ള ഒരൊറ്റ നേതാവ് അതാരാ? മദീനത്തുറങ്ങുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ആ നേതാവ് പാരത്രിക ലോകത്ത് പടച്ച റബ്ബിന്റെ മുന്നിൽ വെച്ച് അനലഹാ, എല്ലാവരും കൈയൊഴിഞ്ഞു പ്രതിസന്ധിയിലാകുമ്പോ ഞാനുണ്ടെന്ന് പറഞ്ഞ് തള്ളക്കോഴികൾ കുഞ്ഞുങ്ങളെ ചിറകിനടിയിലേക്ക് വിളിക്കുന്നത് പോലെ വിളിക്കാൻ ആംബിയറുള്ള ഒരൊറ്റ നേതാവ്, അത് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ആ പേര് കേട്ടാൽ ആർജവമുണ്ടാവണം, ആവേശമുണ്ടാവണം, ഉച്ചത്തിൽ സ്വലാത്താവണം. പോരാ, സ്വലാത്തിന്റെ ലഹരിയിലൂടെ ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ആ പ്രശോഭിത മുഖം സ്വപ്നത്തിലോ ഉണർവിലോ ഒന്ന് കാണാനുള്ള തൗഫീഖ് ഉണ്ടാവണം. പടച്ച റബ്ബ് ഈ ഹുബ്ബുർ റസൂലിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെ അതൊന്ന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ചൂടിന് നമ്മൾ കാത്തിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, ശാസ്ത്രം പറയുന്ന മറ്റൊരു പേടിപ്പെടുത്തുന്ന സൂചന, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. നല്ല നല്ല ബിൽഡിങ്ങുകൾ നേരം വെളുക്കുമ്പോ കാണാതെ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകും, കെട്ടിടങ്ങൾ ആഴ്ന്നു പോകും, വൃക്ഷലതാദികൾ താഴ്ന്നു പോകുമെന്നൊരു സൂചന. ഇത് കേൾക്കുമ്പോഴും ഈമാനിന് വർധനവാണ്. കാരണം എന്റെ മുത്തനബി ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്, അന്ത്യനാളിന് മുന്നോടിയായി ഖസ്ഫൻ വമസ്ഹാ, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന സാഹചര്യം വരാനുണ്ട്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചെങ്കിൽ പ്രളയക്കെടുതിയെ തുടർന്ന് ശാസ്ത്രലോകം നൽകുന്ന സൂചനകളിലേക്ക് നിബിധങ്ങൾ വിരൽ ചൂണ്ടിയെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രകൃതി നൽകുന്ന സൂചനകൾ ആശാവഹമല്ല. പ്രകൃതിയിലേക്ക് നോക്കിയാൽ സമാധാനത്തിന് വക കിട്ടുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ വരൾച്ചയുടെ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, എറണാകുളം സിറ്റി പോലീസ് ട്രാഫിക് ഐലൻഡിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ചിത്രം എല്ലാ പത്രങ്ങളിലും വന്നു. എന്താണ് ആ ചിത്രത്തിൽ നമ്മൾ കണ്ടത്? ആ പോലീസുകാരന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ പൊള്ളലേറ്റിട്ടുണ്ട്. എങ്ങനെയാ പൊള്ളലേറ്റത്? സമരക്കാര് ആസിഡ് ബൾബ് എറിഞ്ഞതല്ല, ട്രാഫിക്കിൽ ഒരു ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണിട്ട് പൊള്ളലേറ്റതല്ല. പിന്നെയോ, ഈ പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ സുരക്ഷിതത്വത്തിന് നിശ്ചിതമായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യഗോളം, അതിന്റെ കിരണങ്ങൾ ഓസോൺ പാളികളുടെ കട്ടി കുറഞ്ഞ് ക്രമേണതീതമായി ഭൂമിയിലേക്കൊന്ന് പ്രവഹിച്ചപ്പോ ശരീരത്തിനേറ്റ പൊള്ളലാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ സൂചന നൽകിയിട്ടുണ്ട്. ആ ചൂടിവിടെ വരാനുണ്ട്. അങ്ങോട്ട് നോക്കിയിട്ടും ഒരു സുഖം നമുക്ക് കിട്ടുന്നില്ല. ഇനി നമ്മൾ നോക്കിയാൽ സാമൂഹ്യ ചുറ്റുപാടുകളും ആശ്വാസം നൽകുന്നില്ല. ഉന്നത നീതിപീഠങ്ങൾ പോലും അടുത്തിടെ പുറപ്പെടുവിക്കുന്ന വിധികൾ ആശ്വാസത്തിന് വക നൽകുന്നതല്ല. ഞാനതിലേക്ക് കടക്കുകയല്ല. ഇങ്ങനെ പ്രയാസങ്ങൾ കൂടുമ്പോ പഴയ കാലത്തൊക്കെ പടച്ചോനെന്ന് പറഞ്ഞു തങ്ങന്മാരും മുത്തലിമീങ്ങളും ഉസ്താദുമാരൊക്കെ കൂടി ദ്വാരന്നാൽ അപ്പം ഉത്തരം കിട്ടിയിരുന്നു. ഇപ്പൊ ദ്വാ നടക്കുന്നു, ഉത്തരം കിട്ടുന്നില്ല. നമ്മുടെ സബ്ജക്റ്റ് അതാണ്. അതിലേക്ക് വരാൻ വേണ്ടി ഞാൻ ആമുഖം വെച്ചതാണ്. നിങ്ങൾ അനുവദിച്ച സമയത്ര നമ്മുടെ നസീർ സാഹിബ് പറഞ്ഞ ഒരു 10:30 നിർത്തണം അല്ലേ? 10:30 വരെ നിങ്ങൾ ഇരിക്കൂലേ? ആരും മിണ്ടണില്ല. ഇൻഷാ അല്ലാഹ് കുട്ടികളുടെ പരീക്ഷകളൊക്കെ നടക്കുമ്പോ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നിർത്താം. നസീർ സാഹിബ് ഇവിടെ ഇല്ലേ? മുമ്പ് മുങ്ങിയില്ലല്ലോ. ഇല്ല, ആളിവിടെ ഉണ്ടല്ലോ. നസീർ സാഹിബ് നമ്മുടെ സംഘാടകൻ നസീർ സാഹിബിനെ ചോദിക്കണം, പഴയ സുഹൃത്താണ്. ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അടുത്തിടകളിലായി നമുക്ക് വരുന്ന വിധികൾ ആശാവഹമല്ല. മുത്തലാഖിന്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ വളരെ പ്രയാസത്തിലാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല, സബ്ജക്ട് മാറിപ്പോയി. ഇസ്ലാം വളരെ അധികം വെറുപ്പോടെ കണ്ട ഹലാലായ കാര്യങ്ങളിൽ തന്നെ അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള വിഷയം തൊല.
ആ തലാഖ് ചില അനിവാര്യ ഘട്ടങ്ങളിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് പഠിപ്പിക്കുമ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടുന്ന വിധി ആശാവഹമല്ല, സ്വവർഗരതി. സുപ്രീം കോടതി അതിന്റെ വിധി പറയുമ്പോൾ ലജ്ജയോടെയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിരാക്ഷസന്മാർ അതിനെ വീക്ഷിക്കുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കാൻ തന്നെ കാരണം നമുക്കതിന്റെ ചരിത്രങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അറിയാം. പക്ഷെ ആ വിധി വന്നപ്പോ നമ്മളെ വല്ലാതെ ഞെട്ടിച്ചത് 45 or 50 വയസ്സുള്ള ആളുകളല്ല വിധിയെ സ്വാഗതം ചെയ്തത്. പിന്നെയോ എന്റെയും നിങ്ങളുടെയും +1-ലും +2-ലും ഡിഗ്രി തലങ്ങളിലും പഠിക്കുന്ന കുട്ടികളാണെന്ന് ഏറ്റവും കൂടുതൽ മിഠായി വിതരണം നടത്തിയത്. രാജ്യത്തിന്റെ ധാർമ്മികത ഏത് കോണിലേക്ക് നീങ്ങുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. വിവാഹേതര ബന്ധം എന്റെയും നിങ്ങളുടെയും ഭാര്യമാർക്ക് ആരുമായി രമിക്കാനും രസിക്കാനുമുള്ള പെർമിഷൻ. ഈ വിധി ആശാവഹമല്ല. ശബരിമല വിധി. ഓരോ മതങ്ങൾക്ക് പ്രമാണങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അത് വിലയിരുത്തേണ്ടതും തീരുമാനിക്കേണ്ടതൊക്കെ മതഗ്രന്ഥങ്ങളും ആ മതം കൈകാര്യം ചെയ്യുന്ന ആളുകളും. അതിനെതിരെ കൈവയ്ക്കുമ്പോ കേരളം തന്നെ ഇപ്പോൾ കലുഷിതമായ ഒരു ചുറ്റുപാടിലേക്ക് നീങ്ങുന്ന നാം കാണുകയാണ്. ഞാൻ പറയുന്നു, അത്തരം കാര്യങ്ങളൊക്കെ മതഗ്രന്ഥങ്ങളിൽ മതവീക്ഷണങ്ങളിൽ എന്താണോ പ്രമാണങ്ങളായി കാണുന്നത് അതനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ഞാനിത് സൂചിപ്പിച്ചതിന്റെ ഒരു പശ്ചാത്തലം, ചുറ്റുപാടുകളിൽ നാം കാണുന്ന വിധികൾ ഒരിക്കലും ആശാവഹമല്ല. നീതിന്യായ മേഖലകളും പ്രതിസന്ധിയിലാകുന്ന ഒരു പശ്ചാത്തലം. ഇനി രോഗങ്ങളുടെ കഥ പറയണം. പോത്തങ്കോട് ഒരു 1500 മുസ്ലിം കുടുംബങ്ങളിൽ മറ്റു പല കുടുംബങ്ങളും കൂടി കുറെ വീടുകളുണ്ടെങ്കിൽ ഒരു സർവേ നടത്തിയാൽ ഒരു 10-20 വീട്ടിലെങ്കിലും ക്യാൻസർ രോഗികളുണ്ട്. അല്ലാഹു രോഗം വരാതെ കാക്കുമാറാവട്ടെ. ഒരു കാലത്ത് 50-ന്റെ 60 ആ വയസ്സുകളിലൊക്കെയാണ് മാരക രോഗം കണ്ടതെങ്കിൽ ഇപ്പൊ ചെറിയ കുട്ടികളെ പോലും ആ രോഗം വേട്ടയാടുക. ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് മതപ്രസംഗത്തിന് ചെന്നപ്പോ സംഘാടകർ എന്റെ ഭക്ഷണത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ടുപോയത് വലിയൊരു സമ്പന്നന്റെ വീട്ടിലേക്കാണ്. ഏകദേശം ഒരു 3-4 ഏക്കർ ഭൂമി. ആ ഭൂമിയുടെ നടുവിൽ ഒരു 4000 സ്ക്വയർ ഫീറ്റോളം വരുന്ന വലിയൊരു വീട്, മുഴുവൻ ഗ്രാനൈറ്റ് പതിച്ച ഒരു വീട്. ആ വീട്ടിലേക്ക് കയറി ചെന്ന് ഞാൻ സലാം പറഞ്ഞു. സലാം മടക്കിയ വീടിന്റെ ഉടമ എന്നെ കാര്യമായ രൂപത്തിലൊന്നും പരിഗണിച്ചില്ല, മൈൻഡ് ചെയ്തില്ല. അപ്പൊ എനിക്കതൊരു ഫീൽ ചെയ്തു. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോ ഒരു 4 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി കുപ്പിപ്പാല് ഒരു ചെറിയ കുട്ടി, ഒരു 3 മാസം അല്ലെങ്കിൽ 3.5 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ വായിൽ ഇങ്ങനെ വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ആ സംഭവം വല്ലാതെ വിഷമമായി. ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിക്കുമ്പോ സംഘാടകര് പറഞ്ഞു, ഈ രംഗമാണ് ഉസ്താദെ ഈ കുടുംബനാഥൻ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കാനുള്ള കാരണം. ഞാൻ ചോദിച്ചു എന്താ? അപ്പൊ അദ്ദേഹം സംഘാടകര് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ചെറിയ കുട്ടിയാണ്, മൂത്ത കുട്ടിയാണ് ആ കുപ്പിപ്പാല് കൊടുക്കുന്നത്. എന്താണ് ഈ മൂത്ത കുട്ടി ചെറിയ കുട്ടിക്ക് കുപ്പിപ്പാല് കൊടുക്കുന്നത്? സംഘാടകര് പറഞ്ഞു, ആ പ്രിയപ്പെട്ട ചെറിയ പൊന്നോമനയുടെ ഉമ്മ ഒരു 27-28 വയസ്സുണ്ട്. ആ ഉമ്മയുടെ 2 ബ്രസ്റ്റും ക്യാൻസർ വന്നിട്ട് റിമൂവ് ചെയ്തു. നഊദു ബില്ലാഹ്, അല്ലാഹു രോഗത്തിനൊക്കെ നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെ റിമൂവ് ചെയ്തപ്പോ കീമോ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ ആ ഭാഗം പഴുക്കാൻ തുടങ്ങി. പഴുത്തിട്ട് പഴുപ്പും ചലവും ഒക്കെ ആ പഴുപ്പിലൂടെ പുറത്തേക്ക് ഇങ്ങനെ വരും. അവസാനം എന്താ സംഭവിക്കുന്നത്? 3 മാസം പ്രായമുള്ള കുരുന്ന് ഒരൽപ്പം പാലിന് വേണ്ടി കരയുമ്പോ എന്റെ പൊന്നോമനെ മാർവിടത്തോട് ചേർത്ത് പിടിച്ചൊന്ന് മുല കൊടുക്കണമെന്ന് ചിന്തിക്കാൻ കഴിയാതെ വേദന കൊണ്ട് പിടയുന്ന ഉമ്മയാണ് നാം കാണുന്നതെങ്കിൽ ഇത്രയും വലിയ രോഗം വന്നവർ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം രോഗികളായി മരിച്ച പലരുടെയും മയ്യത്ത് ചുമക്കാൻ നാം മുന്നിൽ നിന്നവരാണ്. പക്ഷേ വീടിന്റെ അകത്തളങ്ങളിൽ ഒന്ന് ചെന്നപ്പോ ഇത്രയേറെ പ്രയാസ
പ്രയാസകരമായ രോഗങ്ങള് മനുഷ്യരെ വേട്ടയാടാനുള്ള പശ്ചാത്തലം എന്താണ്? പരിഹാരം എന്താണ്? ആലോചനയുള്ള ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ആ ആളുകളിൽ നിന്ന് കുറഞ്ഞു വരികയാണ്. അപ്പൊ ഒരു ഭാഗത്ത് രോഗങ്ങളുടെ പ്രയാസം, മറുഭാഗത്ത് നീതിപീഠങ്ങളുടെ ശക്തമായ കടന്നുകയറ്റം, അടിസ്ഥാനരഹിതമായ കടന്നുകയറ്റം. വേറൊരു ഭാഗത്ത് പ്രകൃതിയിൽ വരുന്ന പ്രയാസങ്ങൾ. മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയാൽ ആഗോള ഭീകരത. ഇന്ത്യ രാജ്യത്ത് പോലും ആഹാരം കഴിച്ചതിന്റെ പേരിൽ, ആൾക്കൂട്ട കൊലപാതകമെന്ന പേരിൽ എത്ര ആളുകളെയാ കൊന്നെറിഞ്ഞത്. ഒരു നേരത്തെ ആഹാരം, ആഹാരം നിയമാനുസൃതമായി കഴിച്ചതിന്റെ പേരിൽ എത്ര ജീവനാ പൊലിഞ്ഞത്. 9 വയസ്സുകാരിയായ പൊന്നോമനയെ പോലും 8 വയസ്സുകാരിയെ പോലും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി നമ്മൾ കാണുകയാണ്. ഇന്ത്യ രാജ്യത്ത് പോലും പ്രയാസങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി മറിയുമ്പോൾ ആഗോള തലങ്ങളിലോ സോഷ്യൽ മീഡിയകളിലേക്ക് നോക്കിയാൽ ബുദ്ധിയുള്ള ഒരാൾക്ക് ഉറങ്ങാൻ പറ്റൂല. അത് മുസ്ലിം ആവണമെന്നില്ല, മനുഷ്യനാണോ ഉറങ്ങാൻ പറ്റുന്നില്ല. റോഹിംഗ്യൻ മുസ്ലിമീങ്ങളിലേക്ക് നോക്കിയാൽ ചെറിയ 5ഉം 10ഉം വയസ്സുള്ള പൊന്നുമക്കൾ വിശന്നൊട്ടിയ വയറുമായി ചുട്ടടക്കാൻ വകയില്ലാതെ മൃഗങ്ങൾ കാഷ്ടിക്കുമ്പോ വായ തുറന്നു കൊടുത്തിട്ട് ചാണകം കഴിച്ചിട്ട് ജീവൻ നിലനിർത്തുന്ന രംഗങ്ങൾ നമ്മൾ കാണുകയാണ്. പ്രയാസങ്ങൾ ഇങ്ങനെ രൂക്ഷമായി എത്രത്തോളം ഉയർന്നു വരുമെന്ന് ചോദിച്ചാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രതിസന്ധികളുടെ തീവ്രതയിലേക്ക് വിരൽ ചൂണ്ടിയ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഏതാണ് ഹദീസ്? ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഇത്രയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നിട്ട് കഅബയുടെ കില്ല പിടിച്ചു നമ്മൾ കരയുകയാണ്, മത്താഫിലൂടെ കരയുകയാണ്. എല്ലാ ജുമുഅത്ത് പള്ളികളുടെ മിമ്പറിനരികിലും വെള്ളിയാഴ്ച ദിവസം ഖത്തീബ് നിറകണ്ണുകളോടെ ദുആ ചെയ്യുകയാണ്. ബാബരി പള്ളി തകർന്നിട്ട് വർഷങ്ങളേറെയായി, ഇപ്പോഴും അതിന്റെ വേദന കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എവിടെയും പ്രാർത്ഥനകളുണ്ട്, അല്ലാഹുവോട് കൈകൾ ഉയർത്താറുണ്ട്, പക്ഷേ റബ്ബിന്റെ സഹായം നമുക്ക് കിട്ടാതെ പോവുകയാണ്. അതുകൊണ്ട് ഹുബ്ബുർ റസൂൽ ആഘോഷിക്കുന്ന ഞാനും നിങ്ങളും ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോ, റബ്ബേ നീ എന്താ ഞങ്ങളെ ഒന്ന് പരിഗണിക്കാത്തത്, എന്താ റഹ്മത്തിന്റെ നോട്ടമൊന്ന് നോക്കാത്തത്, പ്രതിസന്ധികൾ ഏറുകയാണല്ലോ. നെഞ്ചത്ത് കൈവച്ചാലോചിക്കാൻ ചെറിയൊരു സൂചന മാത്രം ഞാനങ്ങ് നൽകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, പ്രയാസങ്ങളെപ്പറ്റി നിബിധങ്ങൾ പറഞ്ഞത് കാണാം. വലിയൊരു ധനാഢ്യന്റെ ചിത്രം. നല്ല പണമുള്ളവരാണ്, ചെറിയ പണമൊന്നുമില്ല. തിരുവനന്തപുരത്തും ആറ്റിങ്ങലും അങ്ങനെ തുടങ്ങി വലിയ വലിയ ടൗണുകളിലൊക്കെ നല്ല ബിസിനസ് ഉള്ള ഉദാഹരണം, എക്സാമ്പിൾ, ഒരു ഉദാഹരണം. ഈ നാട്ടുകാരെ പറ്റിയല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഒരു ഉദാഹരണം. അവിടെ മഹൽ എവിടെയാന്ന് സങ്കല്പിക്കുക, പോത്തങ്കോടാന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു ദിവസം 50,000 1 ലക്ഷവും ഒക്കെയാണ് ബിസിനസിന്റെ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ്. ഒരു ദിവസം അദ്ദേഹം കടകളിലെ സ്റ്റോക്ക് എടുപ്പൊക്കെ കഴിഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ ബ്രീഫ് കേസിലാക്കി വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ പള്ളിയുടെ മുന്നിലൂടെ വേണം അദ്ദേഹത്തിന് പാസ് ചെയ്യാൻ. ഒരു ഉദാഹരണം നിബിധങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അയാൾ പാസ് ചെയ്യുമ്പോ പള്ളിയുടെ മുന്നിലെത്തിയപ്പോ കാറ് മെല്ലെ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് അദ്ദേഹം നോക്കി, ഖത്തീബും മുത്തഅല്ലിമീങ്ങളും ഉസ്താദൊക്കെ ഉറങ്ങിയിട്ടുണ്ടോ? രാത്രി 2 മണിയായിട്ടുണ്ടാവും. നോക്കുമ്പോ വെളിച്ചൊന്നും കാണില്ല, ഒക്കെ നല്ല സുഖനിദ്രയില്ല. ചുറ്റുഭാഗത്തുള്ള വീടുകളിലേക്ക് നോക്കി, അവിടെയും ഒരു അനക്കം കാണുന്നില്ല. അപ്പൊ മെല്ലെ കാർ അയാൾ നിർത്തി പുറത്തിറങ്ങി ഡോർ ലോക്ക് ചെയ്തിട്ട് പള്ളിമുറ്റത്തേക്ക് കയറി. എന്തിനാ കയറിയത്? ഒളു ചെയ്ത് 2 റക്അത്ത് പള്ളിയിൽ നിസ്കരിക്കാനല്ല, അല്ലാഹുവോട് ദുആ ചെയ്യാനല്ല അയാൾ കയറിയത്. പിന്നെന്തിനാ കയറിയത്? തന്റെ പിതാവിന്റെ മാതാവിനെ മറവ് ചെയ്ത ഖബറുകൾ എവിടെയാണ്?
തന്റെ പിതാവിനെ മാതാവിനെ മറവ് ചെയ്ത ഖബറുകൾ എവിടെയാണ്? അയാളിങ്ങനെ നടന്നു നോക്കുമ്പോ പോത്തങ്കോട് പള്ളിയുടെ ഒരു ഭാഗത്തുള്ള ഖബർസ്ഥാനിൽ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബറിന് മുകൾ നാട്ടിയ മീസാങ്കൽ അയാൾ കാണുകയാണ്. എന്നിട്ട് അയാളുമെല്ലാം നടന്ന് ആ ഖബറിന്റെ അരികിലെത്തി ഒന്നുകൂടി നോക്കുകയാണ്. എന്നെ ആരെങ്കിലും വീക്ഷിക്കുന്നുണ്ടോ, എന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അയാൾ ആ മീസാൻ കല്ലിന് മുകളിലേക്ക് അമർത്തി പിടിച്ചിട്ട് പറയുകയാണ്, യാ ലൈതനി സ്വാഹിബൽ ഖബർ, യാ ലൈതനി സ്വാഹിബൽ ഖബർ, യാ ലൈതനി സ്വാഹിബൽ ഖബർ. അല്ലാഹ് എന്റെ റൂഹ് നീ ഒന്ന് പിടിപ്പിക്കുമോ, എന്നെ നീ ഒന്ന് മരിപ്പിക്കുമോ? എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ മയ്യത്ത് ഇവിടെ വന്നതുപോലെ എന്നെ താമസിയാതെ ഒന്ന് മറവ് ചെയ്യുമോ? പറയുന്നതാരാ? തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുന്ന യാചകനല്ല, രാവിലെ 50 കിലോ മത്സ്യം വിൽക്കാൻ പോകുന്ന ഒരു ചെറിയ കച്ചവടക്കാരനല്ല, നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയാണ്. അയാൾക്ക് ജീവിതത്തിനോട് സുഖം തോന്നുന്നില്ല. എന്താ കാരണം? പല കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണം, രാത്രി വീട്ടിലേക്ക് കയറി വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോ പുഞ്ചിരിയോടെ കടന്നു വരേണ്ടതിന്റെ പ്രിയതമ മാരകമായ രോഗം ബാധിച്ചു കിടന്ന് പിടയുകയാണ്. ഒരു ചൂടുവെള്ളം എടുത്തു തരാൻ കഴിയാതെ എന്നെ ഒരു വിഷം തന്നു കൊല്ലുമോ? ഈ ഒരു മനോഭാവത്തിലേക്ക് തന്റെ ഭാര്യ മാറുമ്പോ അയാൾ ചിന്തിക്കുകയാണ്, എന്തിനാണ് എനിക്ക് പണം, എന്തിനാണ് എനിക്ക് വീട്, എന്തിനാണ് എനിക്ക് വാഹനം, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന തരത്തിലേക്ക് മനുഷ്യന്റെ മൈൻഡ് മാറുമ്പോഴല്ലാതെ ഖിയാമം വരില്ല എന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചെങ്കിലും എന്തിനാ പ്രിയപ്പെട്ട പൊന്നുമ്മമാരെ ഞാനിത് പറഞ്ഞത്? കർലിന്റെ കഷ്ടങ്ങളായ യുവാക്കളെ ഞാനിത് പറഞ്ഞത്, പഴയ കാലങ്ങളിൽ ഒരു പ്രയാസം വന്നാൽ അക്കാലത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് മഹത്തുക്കളെ സമീപിച്ചിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് കൈകൾ ഉയർത്തിയാൽ പടച്ചറബ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയെങ്കിലും ഇന്ന് ആ ഉത്തരം നമുക്ക് കിട്ടാതെ വൈകുകയാണ്. നിങ്ങൾ കണ്ടില്ലേ എത്രയെത്ര സംഭവങ്ങളാണ്. അഷ്റഫുൽ വറാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ ഉള്ളപ്പോഴല്ലേ മദീനയിൽ അനുഭവപ്പെട്ട കടുത്ത ചൂട്, ശക്തമായ വരൾച്ച, വെള്ളമില്ല, വൃക്ഷലതാദികൾ കരിഞ്ഞുണങ്ങുകയാണ്, മുലയൂട്ടുന്ന ഉമ്മമാരുടെ മുലപ്പാല് പോലും വറ്റി വരളുകയാണ്. ഗത്യന്തരമില്ലാതെ സ്വഹാബത്ത് നബിതങ്ങളുടെ അരികിൽ വന്നിട്ട് ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വൈനാ ഫിറാറുൽ ഖൽഖി إلى الرسل. ഓ നബിയേ, ഹലക്കത്തുൽ അംവാൽ വൽ ഔലാദ് യാ റസൂലല്ലാഹ്. ഭൂമിയിൽ ശക്തമായ വരൾച്ചയാണ്, വൃക്ഷലതാദികൾ കരിഞ്ഞുണങ്ങുകയാണ്, മൃഗങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ ചില പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി ഒന്ന് അങ്ങ് പറയണമെന്ന് പറയുമ്പോ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ആകാശലോകത്തേക്ക് കൈകളങ്ങ് ഉയർത്തുകയാണ്. ആകാശം മേഘാവൃതമാവുകയാണ്, ശക്തമായ മഴ വർഷിക്കുകയാണ്. പള്ളിയിലേക്ക് വന്ന സ്വഹാബത്ത് പുറത്തേക്ക് പോകുമ്പോ മദീനത്തെ മണൽപ്പരപ്പിൽ വെള്ളം വീണിതാ പറ്റിപ്പിടിച്ച ചെളി അവരുടെ നെറ്റിത്തടങ്ങളിൽ പറ്റിപ്പിടിച്ചുകൊണ്ടാണ് സ്വഹാബത്ത് പുറത്തേക്ക് പോകുന്നതെങ്കിൽ ഒരാഴ്ച ആ മഴയങ്ങനെ തുടരുകയാണ്. ശക്തമായ പ്രളയമാണ്, വെള്ളം കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. സ്വഹാബത്ത് വരുന്നു, നബിയെ മഴ കൊണ്ട് പ്രയാസമാണ്. നിബിധങ്ങളൊരു സിഗ്നൽ വരയ്ക്കുകയാണ്, അല്ലാഹുമ്മ ലാ അലൈനാ വഹവാലൈനാ, ഞങ്ങൾക്ക് മഴ വേണ്ട, കുന്നിൻ മുകളിലേക്ക് വലിയ നിബിഡ വനങ്ങളിലേക്ക് മഴ മതി. നിബിധങ്ങൾ സിഗ്നൽ വരയ്ക്കുമ്പോ ആകാശം തെളിയുകയാണ്, മഴ ശമിക്കുകയാണ്. ഇത് സ്വഹീഹായ ഹദീസ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ പറയുന്നത് അമ്പിയാക്കന്മാരുടെ കാലത്തല്ലേ, അത് നബിതങ്ങളുടെ പ്രത്യേകമായ മോചിത്തുകൊണ്ടല്ല കൊടുത്തതല്ലേ. ഇനി അമ്പിയാക്കന്മാരെ വിട്, സ്വഹാബത്തിനെ വിട്. തമിഴ്നാട് ഭാഗത്തേക്ക് സിയാറത്തിന് പോയാൽ കായൽ പട്ടണം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി ദർസ് നടത്തിയ ഒരു പള്ളിയുണ്ട്. അവിടെ ഇപ്പോഴും ജീവിക്കുന്ന പ്രായമുള്ള പഴമക്കാരോട് ചോദിച്ചാൽ അവർ പറയും, വഹൽ മുഹയ്യറ മികാല മസ്ജിദുഹു വഹൗ
ഹൗലഹു ഫുഖഹാഉൻ സദഖത്തുല്ലാഹി. മഴയില്ലാതെ പ്രയാസപ്പെടുമ്പോ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങളോട് മഴയ്ക്ക് വേണ്ടി വന്ന് പറയുമ്പോ മഴ ലഭിച്ച ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ പറയുമ്പോൾ അവിടെയല്ലേ, എന്നാൽ കേരളത്തിൽ പുത്തമ്പള്ളിക്കടുത്തൊരു സ്ഥലമുണ്ട്, ഞമനങ്ങാട് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഞാൻ മിക്കവാറും അവിടുത്തെ ഉറൂസിന് വാതിന് പോകാറുണ്ട്. ബുഖാരിലും മുസ്ലിമും നോക്കണ്ട. അവിടെ ഇന്ന് ജീവിക്കുന്ന വലിയ പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ ഏലക്കുട്ടി മുസ്ലിയാരുടെ കറാമത്ത് പറയും, ആ മഹാന്റെ കഥ പറയും. ഇതുപോലെ പ്രയാസപ്പെടുമ്പോ അനുയായികൾ വന്ന് മഹാനവറുകൾ അള്ളാനോട് പറഞ്ഞപ്പോ കിട്ടിയതിന്റെ ആ ഗുണം അവരിപ്പോഴും പറഞ്ഞു തരും. ഞാൻ എന്തിനാണിത് പറയുന്നത്? പഴമക്കാരുടെ ചരിത്രം പരതിയാൽ, പ്രയാസങ്ങളിൽ അവരൊക്കെ കൈകളുയർത്തിയാൽ ഉടനടി പരിഹാരം ലഭിച്ച ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ബാബരി പള്ളി തകർന്നിട്ടേറെയായി, അഫ്ഗാനും ഫലസ്തീനും ഇറാഖും ഒക്കെ തകർന്നു തരിപ്പണമായിട്ട് കാലങ്ങളേറെയായി. എവിടെയും പ്രതിസന്ധികൾ രൂക്ഷമാകുന്നു. പള്ളി മെമ്പറുകളും പള്ളിയുടെ അകത്തളങ്ങളും കണ്ണുനീരുകൊണ്ട് നിറയുന്നു. മത്താഫിൽ വാവിട്ട് കരയുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ഒരു പ്രത്യേകമായ ആ തിരുനോട്ടം അത് ലഭിക്കുന്നതിൽ കുറച്ചൊക്കെ നമുക്കിതാ ഒരു പ്രയാസം വരുന്നുണ്ടോ? ഇത് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ശക്കീഖുൽ ബിൽഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു യംശി ഫിൽ ബസറ, ബസറ എന്ന പട്ടണത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോ പണ്ഡിതനാണല്ലോ, വലിയ മഹാനാണല്ലോ. മഹാനെ കണ്ടപ്പോ ബസറക്കാരായ ആളുകൾ ധാരാളം ആളുകൾ മഹാന്റെ പിന്നിൽ വന്ന് വലയം ചെയ്യുകയാണ്. എന്നിട്ട് മഹാൻ അവരോട് പറയുകയാണ്, മാ ബാലുനാ, ഞങ്ങൾക്ക് എന്തു പറ്റിപ്പോയി തങ്ങളെ? ഞങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യാറുണ്ട്, പക്ഷേ ലാ യുസ്തജാബു ലനാ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം തരുന്നില്ല തങ്ങള്. വീട്ടില് പ്രയാസങ്ങളാണ്, ദുആ കൊണ്ടൊരു പരിഹാരം കിട്ടുന്നില്ല. മനസ്സിന് ടെൻഷനാണ്, ദുആ കൊണ്ടൊരു പരിഹാരം കിട്ടുന്നില്ല. എന്താ തങ്ങളെ ഞങ്ങൾക്ക് പറ്റിപ്പോയതെന്ന് സയ്യിദുനാ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തങ്ങളോട് ബസറക്കാരായ ആളുകൾ ചോദിച്ചപ്പോ മഹാനവറുകൾ ബസറക്കാരോട് പറഞ്ഞ ആ മറുപടി, എന്റെയും നിങ്ങളുടെയും പോക്കറ്റിൽ ഒരു കഷ്ടം കടലാസിൽ എഴുതി വെക്കണം, എന്നിട്ട് ഡെയിലി അതിലേക്കൊന്ന് എന്റെ പൊന്നു പെങ്ങളെ ഒന്ന് നോക്കണം, എന്നിട്ട് റബ്ബിലേക്ക് നീ ഒന്ന് മടങ്ങണം. ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്താണ്? കൈഫ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് എങ്ങനെയാ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം തരിക? വഖദ് മാതത് ഖുലൂബുകും ബിഅസ്റതി അസിയാ, 10ഓളം രോഗങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഹൃദയം ചത്തുപോയവരാണ്, ഈമാൻ നഷ്ടപ്പെട്ടവരാണ്, ഈമാന്റെ പ്രഭ കുറഞ്ഞവരാണ്. 10ഓളം രോഗങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഹൃദയം ചത്തുപോയപ്പോ അല്ലാഹ് റഹ്മത്തിന്റെ നോട്ടം നിങ്ങളിലേക്ക് നോക്കാതെ പോയതാണ്. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ ദ്വാരുന്നതല്ല ഉത്തരം തരും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം തരും. നിങ്ങളുടെ പ്രാർത്ഥന തിരസ്കരിക്കപ്പെടാനുള്ള കാരണം നിങ്ങളുടെ ഹൃദയം കാണുമ്പോ നല്ല മനുഷ്യന്റെ രൂപമൊക്കെ, എനിക്കും നിങ്ങൾക്കൊക്കെ നല്ല താടിയും നല്ല തലപ്പാവും നിസ്കാര തഴമ്പും ബോഡി ഷേപ്പിന് ഒരു കുറവുമില്ല, മേക്കപ്പിലൂടെ ഭംഗിയാക്കുന്നതിലും കുറവില്ല. പക്ഷേ ഞാനും നിങ്ങളൊക്കെ മനുഷ്യരെ പോലെ നടക്കുന്നുണ്ടെങ്കിലും മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. അതെന്റെ വകയല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. താടിയിലേക്കല്ലല്ലോ റബ്ബ് നോക്കുന്നത്, തലപ്പാവിലേക്കല്ലല്ലോ അല്ലാഹു നോക്കുന്നത്, നിന്റെ ആ ബോഡിയുടെ ഷേപ്പല്ലല്ലോ അല്ലാഹു നോക്കുന്നത്. ഇടത്തെ മുലയുടെ 2 വിരൽ താഴെ ഒരു അവയവമുണ്ട്, ഹൃദയം, കൽബ്. ഈ കൽബിലേക്ക് ആ റബ്ബിന്റെ നോട്ടം. ലാ യൻദുറുല്ലാഹു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹുവിന്റെ നോട്ടം നിന്റെ കൽബിലേക്ക്. ഈ കൽബ് 10ഓളം രോഗങ്ങളെ കൊണ്ട് ചത്തുപോയിട്ടുണ്ട്. ഇപ്പൊ മൃഗങ്ങളെക്കാൾ മോശമാണ്.
അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലഹും ഖുലൂബുൻ ലാ യഖലൂന ബിഹാ, ഭംഗിയുള്ള ഹൃദയം അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഹൃദയം കൊണ്ട് ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ അവർ ഗ്രഹിക്കുന്നില്ല. കണ്ണുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഈ കണ്ണുകളെ കൊണ്ട് കാണേണ്ട യാഥാർത്ഥ്യങ്ങൾ അവർ കാണുന്നില്ല. ചെവിടുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, ലാ യസ്മഊന ബിഹാ, ആ ചെവിട് കൊണ്ട് കേൾക്കേണ്ട നല്ല കാര്യങ്ങളല്ല അവർ കേൾക്കുന്നത്. എന്നിട്ട് അള്ളാഹു അവസാനം പറഞ്ഞു, ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാണ്. ബൽഹും, മൃഗങ്ങളും നിരന്തരമായ ട്രെയിനിങ്ങിലൂടെ മൃഗങ്ങളിലും മറ്റും വരും. പല പ്രമാദമായ കേസുകളും നാടുകളിൽ തെളിയിക്കുന്നത് തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട നായയാണ്. അതിന് ട്രെയിനിങ്ങിലൂടെ മാറ്റം വരാറുണ്ട്. ഏറ്റവും വലിയ ജീവിയായി കാണുന്ന ആന അതിനെ കൊണ്ടു നടക്കുന്ന കൊതുക് പോലുള്ള ഒരു മനുഷ്യനാണ്. അതിനും ട്രെയിനിങ്ങിലൂടെ മാറ്റം വരാറുണ്ട്. മൃഗങ്ങളിലും ട്രെയിനിങ്ങിലൂടെ മാറ്റം വരുമ്പോ എന്ത് കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഒരു കൂട്ടരെയാണ് മനുഷ്യരെന്നല്ല പറഞ്ഞെങ്കിലും ബൽഹും അളല്ല്, മൃഗങ്ങൾക്ക് പോലും മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിൽ അത്ര പോലും മാറ്റം വരാതെ അതിനേക്കാൾ വഴികേടിലുള്ളവരാണ് മനുഷ്യരെന്ന് പറയുമ്പോ കോലം നന്നായിട്ട് കാര്യമില്ല. നല്ല തലപ്പാവ് ധരിച്ചു, നല്ല താടി വെച്ചു, നിസ്കാരത്തഴമ്പ് മുഖത്ത് കാണാനുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ റബ്ബിന്റെ നോട്ടത്തിന്റെ കേന്ദ്രമാകുന്ന കൽബുകൾ 10ഓളം രോഗങ്ങളെ കൊണ്ട് വിഷലിപ്തമാണ്. അത് ചത്തുപോയതാണ്. ചത്തുപോയ ഹൃദയങ്ങളിൽ പടച്ചോനെങ്ങനെ തിരിഞ്ഞു നോക്കാനാ? അവന്റെ കാരുണ്യം കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകലാണ്. ഇല്ലെങ്കിൽ ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്കൊന്നും അർഹതയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ റഹ്മാൻ നമ്മൾ അർത്ഥം പറയുന്നത് അല്ലാഹുക്ക് വഴിപ്പെട്ടാലും വഴിപ്പെട്ടില്ലെങ്കിലും പടച്ചറബ് കരുണ ചെയ്യുമെന്ന ഒരൊറ്റ ഗുണം അല്ലാഹുവിനുള്ളത് കൊണ്ടാണ് ഇന്ന് വായു അല്ലാഹുവിന്റെ ശ്വസിച്ച് നമ്മൾ ജീവിക്കുന്നത്, പടച്ചറബിന്റെ ആഹാരം കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന തിന്മകളെ പറ്റി ആലോചിച്ചാൽ ഒരുവർക്ക് വെള്ളം കുടിക്കാനുള്ള യോഗ്യത എനിക്കും നിങ്ങൾക്കുമില്ല. ഇങ്ങനെ 10ഓളം രോഗങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഹൃദയമങ്ങ് വിഷലിപ്തമായപ്പോ നിങ്ങളെ അല്ലാഹു തആല വേണ്ടതുപോലെ പരിഗണിക്കാത്തതാ. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ബസറക്കാരായി തന്റെ പിന്നിൽ കൂടിയ ആളുകളോട് ഇതോട് പറഞ്ഞപ്പോ ഈമാനുള്ള മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവരങ്ങനെയാണല്ലോ, പോരായ്മകളെ പറ്റി പറഞ്ഞാൽ ഉടനെ അവർക്ക് ബോധം വരും. അവരങ്ങ് ചിന്തിക്കും, പിന്നെ ഉണർന്നങ്ങ് പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ മഹാനവറുകളോട് ഈ വന്ന ആളുകൾ ചോദിക്കുകയാണ്, ഓ തങ്ങളെ, ഇങ്ങനെ പോയാൽ അപകടമാണല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങൾ ചത്തുപോകാൻ ഞങ്ങളെ വേട്ടയാടുന്ന രോഗങ്ങൾ എന്തൊക്കെയാ? ആ രോഗങ്ങൾ എന്തൊക്കെയാ? ഞങ്ങളുടെ ഹൃദയങ്ങൾ ഈ രൂപത്തിൽ കറുത്തു പോകാൻ, ഞങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു ഞങ്ങളെ പരിഗണിക്കാൻ, ഞങ്ങളുടെ ദുആ തിരസ്കരിക്കപ്പെടാൻ ഞങ്ങൾക്ക് ബാധിച്ച രോഗങ്ങൾ എന്തൊക്കെയാണ്? ഇതങ്ങ് ചോദിച്ചപ്പോ മഹാനവറുകൾ ഈ 10 കാര്യങ്ങൾ മഹാന്മാരായ ഉസ്താദുമാര് നമുക്ക് പറഞ്ഞു തന്ന രൂപത്തിൽ ഹ്രസ്വമായി നിങ്ങളോട് പറയണമെങ്കിൽ 5 ദിവസം വേണം. ഇപ്പൊ നമുക്ക് 10:30 പരിപാടി നസീർ സാഹിബ് നിർത്തണ്ട. അരമണിക്കൂർ കൊണ്ട് ഞാൻ പരിപാടി നിർത്തും. കാരണം നാളെയും മറ്റന്നാളൊക്കെ പരിപാടിയുണ്ട്. കുട്ടികളുടെ പരീക്ഷയും മറ്റൊക്കെ നടക്കുന്നത് കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടാക്കില്ല. ഇന്ന് മാക്സിമം എത്ര പോവാൻ നസീർ സാഹിബ്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇടയ്ക്കാരും പൊങ്ങാൻ നിൽക്കണ്ട. മതിയാവുമെന്ന് തോന്നുമ്പോ കൈ പൊന്തിച്ച റബ്ബനാത്തിനെ ഒന്നിച്ചു പിരിയാന്നുള്ള സന്തോഷം കൊണ്ടാ പറയുന്നത്. പിന്നെ ഇടയ്ക്കാരും മനുഷ്യകൊണ്ട് ചൂടുള്ളല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് സയ്യിദുമാരെ മകനെ ഇരുത്തി ബുദ്ധിമുട്ടാക്കല് ശരിയില്ല. അപ്പൊ 10ഓളം കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ കൽബുകൾ അത് ചത്തു നിർജീവമായിട്ടുണ്ട്. അതിൽ പ്രകാശം തീരെ ഇല്ല. അങ്ങനെ വന്നതുകൊണ്ടാണ് നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ ദുആ തിരസ്കരിക്കപ്പെടുന്നത്.
ഇതങ്ങ് പറഞ്ഞപ്പോ അവർക്ക് ബേജാറായി. അങ്ങനെയാണ് വിശ്വാസികൾ. ഒരു ന്യൂനത ബോധ്യപ്പെട്ടാൽ തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈമാൻ. അള്ളാഹു അത്തരം കൽബ് നമുക്കൊക്കെ നൽകുമാറാവട്ടെ. നമ്മുടെ മൈൻഡ് അങ്ങനെയല്ല. ഒരു ന്യൂനത പറഞ്ഞാൽ നീ ആരായിപ്പത് പറയാൻ, നമ്മുടെ ചിന്തയാണ്. നമ്മളിപ്പോ ഒരു പ്രകടമായ ഒരു ന്യൂനത കാണുമ്പോ മോനെ നീ അതിൽ പോകരുത് കേട്ടോ എന്നൊന്ന് പറഞ്ഞാൽ അവന്റെ മൈൻഡ് മാറി. ഇയാളിപ്പോ ആരാ ഇത് പറയാൻ? ഇതാ നമ്മുടെ മൈൻഡ്. എന്നാൽ മുൻഗാമികൾ അങ്ങനെയല്ല. ഒരു ന്യൂനത ബോധ്യപ്പെട്ടാൽ അത് പറഞ്ഞാൽ ഉടനെ അത് തിരുത്താൻ അവര് തയ്യാർ. അള്ളാഹു അത്തരം നല്ല കൽബിന്റെ ഉടമകളാക്കി എന്നെയും നിങ്ങളെയും നിലനിർത്തി തരുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു അതിൽ ഒന്നാമത്തെ രോഗം ഒന്നാമത്തെ രോഗം ഏതാണ്? അറഫ്തുമുല്ലാഹ് വലം തുഅദ്ദു ഹഖ്ഖഹു. ഇത് മാത്രമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ബാക്കി 9 കാര്യങ്ങളിലേക്കും ഞാൻ ഇന്ന് കടക്കുന്നില്ല. ഒരൊറ്റ കാര്യം പറഞ്ഞു നിർത്തുകയാണ്. യജമാനനായ അല്ലാഹു നമ്മൾ ദുആ ചെയ്താൽ തിരസ്കരിക്കപ്പെടാനുള്ള 10 കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം ഇബ്രാഹിം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ബസറക്കാരായ അനുയായികളോട് പറഞ്ഞു കൊടുത്തത് നിങ്ങളൊക്കെ അല്ലാഹ് ഉണ്ടെന്നറിയുന്നവരാണ്, സമ്മതിക്കുന്നവരാണ്. നമ്മളും അങ്ങനെ തന്നെ. ഒരു വിഷമം വന്ന അല്ലാഹുവേ രക്ഷപ്പെടുത്തുന്നു അങ്ങനല്ലേ പറയുന്നത്. പടച്ചോനെ കാക്കണേ നമ്മളൊക്കെ പറയും. അപ്പൊ അല്ലാഹ് ഉണ്ട് എന്ന് നമ്മൾ 40 വട്ടം നാവുകൊണ്ട് ഇങ്ങനെ പറയും. എല്ലാവർക്കും അറിയാം ഈ പ്രകൃതി നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. എല്ലാം കൊടുക്കുന്നവനും നൽകുന്നവനും അല്ലാഹുവാണ്. അതിന് പ്രളയം വന്നപ്പോ കണ്ടില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാരും വിളിച്ചു പടച്ചോ. വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ ഇടുക്കിയിലൊക്കെ പടച്ചോനെ വിളിച്ചതിന് കണക്കില്ല. അല്ല, ഇടുക്കി ഡാമിൽ വെള്ളം കൂടുതലങ്ങ് തുറന്നു വിട്ടത്. അപ്പൊ പരിസരവാസികളൊക്കെ ഒരു വക്കത്തിന് പോലും പടിഞ്ഞാറോട്ട് തിരിഞ്ഞു വീഴാത്ത പള്ളിയിൽ നിന്ന് ഇറങ്ങാതായി. ആ ജാതി അള്ളാനെ വിളിച്ചു. കാരണം ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാതെ പകച്ചു നിൽക്കും. 83-ലധികം ഡാമുകൾ ഒരേ സമയം തുറക്കുക. ആർക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ? എല്ലാരും വിളിച്ചു അല്ലാഹ് വിളിച്ചു. ഓരോ ജാതിക്കാർ അവരുടെ ഭാഷയിൽ വിളിച്ചു. തീരെ പള്ളിയിൽ കയറാത്ത ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങാതായി. ഇങ്ങനെ വിളിച്ചു. അപ്പൊ എല്ലാവരും അല്ലാഹ് ഉണ്ട് എന്ന് പറയുന്നവരും അംഗീകരിക്കുന്നവരും ഒക്കെ വളരെ ന്യൂനപക്ഷം മാത്രമേ അല്ലാഹുവിനെ നിഷേധികളായിട്ട് ഈ ലോകത്തുള്ളൂ. ഒരു ശക്തിയിൽ അല്ലെങ്കിൽ മറ്റൊരു ശക്തി എല്ലാവരും അംഗീകരിക്കും. അപ്പൊ അറഫ്തുമുല്ലാഹ് അല്ലാഹ് ഉണ്ടെന്ന് നിങ്ങളൊക്കെ പറയുന്നവരാണ്. വായെടുത്താൽ ഒരു ഉമ്മയ്ക്ക് രോഗം വന്നാൽ അല്ലാഹുവേ രോഗം സുഖപ്പെടുത്തണമെന്ന് പറയാറുണ്ട്. കുഞ്ഞിന് രോഗം വന്നാൽ അല്ലാഹുവേ എന്റെ പൊന്നുമോന് രോഗം സുഖപ്പെടുത്തണമെന്ന് പറയാറുണ്ട്. അല്ലാഹ് ഉണ്ടെന്ന് നാവുകൊണ്ട് പറയാറുണ്ടെങ്കിലും വലം തുഅദ്ദു ഹഖ്ഖഹു, നിന്നെ പടച്ചു പരിപാലിക്കുന്ന സൗകര്യങ്ങൾ ചെയ്തു തരുന്ന അല്ലാഹു ഉണ്ടെന്ന് നാവുകൊണ്ട് പറയാറുണ്ടെങ്കിലും ആ റബ്ബിനോടുള്ള കടപ്പാടുകൾ ഞാൻ ഉൾപ്പെടെ നമ്മൾ ഒരാൾ പോലും ഒരു 99.5% പോലും നിർവഹിക്കാറില്ല. അല്ലാഹുവിന്റെ വായുവാണ്, ഓക്സിജനാണ്, അല്ലാഹുവിന്റെ പ്രപഞ്ചമാണ്, അല്ലാഹു തരുന്ന ആഹാരമാണ്, എല്ലാം റബ്ബിന്റേതാണ്. പക്ഷേ വലം തുഅദ്ദു ഹഖ്ഖഹു, ഇതൊക്കെ തരുന്ന എന്റെ റബ്ബിനോട് എനിക്ക് കുറെ കടപ്പാടുകളുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന പൊന്നുമ്മമാരെ എത്ര പേരുണ്ട്, എത്ര ചെറുപ്പക്കാരുണ്ട്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ ഒരൊറ്റ മുസൽമാന്റെ സുബഹി ഖളാ ആവൂല. ഒരൊറ്റ മുസൽമാന്റെ, ഒരു ശുദ്ധിയുള്ള ഒരു ഉമ്മാന്റെ, ഒരു ചെറുപ്പക്കാരന്റെ, ഒരു ഉപ്പയുടെ സുബഹി ഖളാ ആവൂല. കടപ്പാട് അല്ലാഹുവിനോടുണ്ടെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ സദസ്സിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് വന്നവരിൽ എത്ര ആളുകളുണ്ട് സുബഹി ഖളാ ആകാതെ ജമാഅത്തായി നിസ്കരിച്ചവർ? കൈ പൊന്തിക്കണ്ട. നിങ്ങൾ എല്ലാവരും നിസ്കരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാവട്ടെ. ളുഹർ ജമാഅത്ത്, അസർ ജമാഅത്ത്, മഗ്രിബ് ജമാഅത്ത്, ഇശാ ജമാഅത്ത് ഒക്കെ നടന്നു. അല്ലാഹുവിനോടുള്ള കടപ്പാട് 1% മനസ്സിലുണ്ടെങ്കിൽ എന്തേ ജമാഅത്തിന് പോകാതിരുന്നത്? എന്തേ ഇമാമിന്റെ പിന്നിൽ നിൽക്കാതിരുന്നത്? നിങ്ങൾ ചിന്തിക്കണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, പോരാ മക്കളെ, മുഹമ്മദുർ റസൂലുള്ളാഹ്
ഒരു ന്യൂനതയുമില്ലാത്ത നേതാവല്ലേ ആ വന്യരായ നേതാവ് ശയ്യാവലംബനായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ ഒതുണ്ടാക്കാൻ വെള്ളം കൊണ്ടുവന്നു. മെല്ലെ ഒതുണ്ടാക്കി എഴുന്നേക്കാൻ അങ്ങ് തുടങ്ങുമ്പോ വീണുപോവുകയാണ്. 3 പ്രാവശ്യം അത് ആവർത്തിക്കുകയാണ്. 4ാമത്തെ തവണ എഴുന്നേറ്റിട്ട് നടക്കാൻ കഴിയാതെ വരുമ്പോ അലി അബ്ബാസ് റളിയല്ലാഹു അൻഹു ചുമരിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്ത് ഇമാമായി നിൽക്കുമ്പോ റബ്ബിനോടുള്ള കടപ്പാട് ചിന്തിച്ചിട്ട് ജമാഅത്തിലേക്ക് പോകുമ്പോ ഹബീബിന്റെ കാൽപാദങ്ങൾ മരുഭൂമിയുടെ ചിത്രം വരച്ച പാടുകൾ രേഖപ്പെടുത്തുമ്പോ ഹുബ്ബുർ റസൂൽ ആഘോഷിക്കുന്ന ഞാനും നിങ്ങളും ആ റബ്ബിനെ അംഗീകരിക്കുന്നവരാണെന്ന് നാവുകൊണ്ട് പറയാറുണ്ടെങ്കിലും എന്റെ പൊന്നു പെങ്ങളെ, ഇന്ന് നിസ്കാരം ഖളാ ആയത് നിന്റെ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഐസിയുയിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണോ? നിന്റെ പൊന്നുമോൻ രോഗിയായി കിടപ്പിലായിട്ടാണോ? നിങ്ങളുടെ നിസ്കാരങ്ങൾ ഒഴിവായത് കൈകാല് വേദന വന്നിട്ട് കിടപ്പിലായത് കൊണ്ടാണോ? എന്നാൽ കടപ്പാടുകളെ പറ്റി ഏറ്റവും വലിയ ബോധമുള്ള സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം രാത്രി വിശ്രമിക്കാൻ പോകുന്നത് ആയിഷത്തും ഹഫ്സത്തും സൗദ സഫിയ്യത്തും മൈമുനത്തും റംല ഹിന്ദും വസൈനബും കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തുൽ മർദിയ. റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മഹിളാ രക്തമാണ് ബിബി ആയിഷ റളിയല്ലാഹു അൻഹാ. സൗന്ദര്യവതിയാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് നബി തങ്ങൾ കിടന്നുറങ്ങാൻ ഒരു രാത്രി അങ്ങ് കടന്നു ചെല്ലുകയാണ്. നബി തങ്ങൾ വീട്ടിൽ വന്നപ്പോ സന്തോഷം കൊണ്ട് ആയിഷ ബിബി മതിമറക്കുകയാണ്. രണ്ടാളും രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടപ്പറയിലേക്ക് ചൊല്ലുകയാണ്. ഹബീബായ നബി തങ്ങൾ കിടപ്പറയിലങ്ങ് കിടന്നു. ആയിഷ ബിബി തന്റെ ശരീരം മുത്തുനബിയുടെ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് തന്റെ കൈയെടുത്ത് റസൂലുള്ളാഹിന്റെ ശരീരത്തിന് മുകളിലങ്ങ് വെക്കുമ്പോ കരണ്ട് തട്ടി ഷോക്കടിച്ചതുപോലെ ആയിഷ ബീവി കൈവലിക്കുകയാണ്. എന്താ കാരണം? വെരീയ ആയിഷ, വെരീയ ആയിഷ, ആയിഷ എന്നെ ഒന്ന് ഒഴിവാക്കി തരണം, എഴുന്നേറ്റ് പോകാൻ ആയിഷ ഒന്ന് സമ്മതം തരണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങൾ പറയാ, ആയിഷ എനിക്കൊന്ന് എഴുന്നേറ്റ് പോകാൻ നീ സമ്മതം തരണം. നമ്മൾ ആലോചിക്കണം, നമുക്ക് മരിക്കണ്ടേ? ഇരിക്കുന്ന പലരുടെയും വാപ്പമാരിന്ന് എവിടെയാ, ഉമ്മമാരിന്ന് എവിടെ? അവർക്കൊക്കെ അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ. ചിലപ്പോ ഇന്ന് വയലു കഴിഞ്ഞു പോയി നാളെ നമ്മുടെ ജുമഅത്ത് പള്ളിയുടെ നിസ്കാരപ്പള്ളിയുടെ മുനാരത്തുള്ള മൈക്ക് പ്രഭാതത്തിൽ ശബ്ദിക്കുക ഇന്നാലില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശ്രദ്ധയോടെ നമ്മൾ നോക്കും, ഇന്നാലില്ല. സുബഹിക്ക് എന്താ മുഖ്യ ഉസ്താദ് വിളിച്ചു പറയുന്നത്? അപ്പൊ നോക്കുമ്പോ എന്താ, ഇനി നാട്ടിൽ ഒരാള് രാത്രി, ചെറുപ്പക്കാരനാണ്, രാത്രി കടന്നുറങ്ങുമ്പോ സൈലന്റ് അറ്റാക്ക് കൊണ്ട് മരിച്ചു എന്നാണ്. അള്ളാഹു അത്തരം മരണങ്ങളെ തൊട്ട് കാക്കുമാറാവട്ടെ. 11 മണിക്ക് മയ്യത്തെടുക്കുമെന്ന സുബഹിക്ക് ആദ്യമായി കേൾക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കാം, 11 മണിക്ക് മയ്യത്തെടുക്കാൻ വീട്ടിൽ മയ്യത്ത് കെട്ടിൽ വന്നു. 2 ചെറിയ പറക്കം പറ്റാത്ത പൊന്നു മക്കൾ ഇത് കരയായി, ഞാൻ കാരുണ്ട് മിഠായി വാങ്ങിത്തരാൻ. 30 വയസ്സുള്ള പെണ്ണ് അബോധാവസ്ഥയിലാണ്. മയ്യത്തെടുക്കാൻ സമയത്ത് ആൾക്കാരിന്ന് മുട്ടി, മോളെ ഇതാ മയ്യത്തെടുക്കാൻ പോണ്. കണ്ണു തുറന്നു, പിന്നെയും മോൾ അബോധാവസ്ഥയിൽ. നിന്റെ തോളിൽ കൈയിട്ട് നടന്ന മുഴുവൻ ആളുകളും കരയുകയാണ്. ആ കരയുമ്പോ എങ്ങനെയാ യാത്ര പുറപ്പെടേണ്ടത് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ളാഹികം മസ്റൂറാ. നിന്റെ പ്രിയതമ അബോധാവസ്ഥയിലാകുമ്പോ പൊന്നുമക്കള് അല്ലാഹ് മിഠായി വാങ്ങി തരാൻ ആരുമില്ല എന്ന് പറഞ്ഞ് കരയുമ്പോ, നിന്റെ സഹയാത്രിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോ, ആ മഹലിലെ മുഴുവൻ ആളുകളും വേദനിക്കുമ്പോ, നീ മയ്യത്ത് കെട്ടിൽ കിടന്ന് വിളിച്ചെന്ന് പറയണം, കദ്ദിമൂലി കദ്ദിമൂലി, കൊണ്ടുപോകണേ, എന്നെ ഒന്ന് മറവ് ചെയ്യണേ, സ്വർഗീയ അനുഭൂതികൾ ഞാൻ ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ യാത്ര പുറപ്പെടണമെങ്കിൽ അള്ളാഹിനോടുള്ള കടപ്പാട് നീ ഒന്ന് അറിയണം. റസൂലുള്ളാഹി തങ്ങൾ ആയിഷാ ബിവിയുടെ കിടപ്പറയിൽ നിന്ന് സമ്മതം ചോദിക്കുമ്പോ ആയിഷാ ബിവി കൈവലിച്ചിട്ട് ചോദിക്കുകയാണ്, യാ ഹബീബല്ലാഹ്
ഈ പാതിരാത്രി സമയത്തിന് അങ്ങ് എങ്ങോട്ടാ പോകുന്നത്? ആയിഷ, ഒരിക്കലും മറ്റൊരു ഭാര്യയുടെ അരികിലേക്കല്ല, പിന്നെയോ എന്റെ റബ്ബിനോട് കുറെ കടപ്പാടുകൾ എനിക്ക് തീർക്കാനുണ്ട്, ഒന്ന് സമ്മതം തരുമോ ആയിഷ? ഒരു ന്യൂനതയും ജീവിതത്തിലില്ലാത്ത ലളിതങ്ങളാണ്. അള്ളാഹിനോടുള്ള കടപ്പാട് ചിന്തിച്ചിട്ട് പ്രായം കുറഞ്ഞ സുന്ദരിയായ ഭാര്യയുടെ അരികിൽ നിന്ന് എഴുന്നേൽക്കുന്നത് എത്ര ചെറുപ്പക്കാരന്റെ സദസ്സിലുണ്ട്. രാത്രി 1 മണി 2 വരെ ഹറാമായ ദൃശ്യങ്ങൾ കണ്ടിട്ട് സുബഹി ഖളാക്കി കിടന്നുറങ്ങുന്നവർ, പകൽ സമയങ്ങളിൽ ഒഴിവ് കിട്ടിയാൽ അന്യപെണ്ണിന്റെ നഗ്നത കാണിക്കുന്നവർ. എടോ, ഈ കണ്ണ് നിന്റെ ഒരു ഔദാര്യമല്ല കേട്ടോ, പടച്ച റബ്ബ് തന്ന അനുഗ്രഹമാണ്. അലം നജ്അൽ ലഹു ഐനൈൻ. ശാസ്ത്രലോകത്തിന് ഇന്നേ വരെ കാഴ്ചയുള്ള കണ്ണ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരാൾ മരിക്കുമ്പോ വസിയത്ത് ചെയ്യാമെങ്കിൽ ചൂടാറുന്നതിനും ഓപ്പറേറ്റ് ചെയ്തെടുത്തെങ്കിലല്ലാതെ സ്വന്തമായി കണ്ണ് നിർമ്മിക്കാൻ ശാസ്ത്രലോകത്തിന് കഴിയുന്നില്ല. എങ്കിൽ ഈ കണ്ണ് തന്ന അള്ളാഹുവിന്റെ കടപ്പാട് നിനക്ക് വേണ്ടേ? ഒരു ന്യൂനതയും ഇല്ലാത്ത നിബിധങ്ങള് രാത്രി അള്ളാഹിനോടുള്ള കടപ്പാടൊന്ന് നിറവേറ്റാൻ സമ്മതം തരുമോ ആയിഷ എന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി സമ്മതം കൊടുക്കുകയാണ്. നിബിധങ്ങൾ എഴുന്നേൽക്കുകയാണ്, പെട്ടെന്ന് ചെന്ന് ഓതുണ്ടാക്കുകയാണ്, മസ്ജിദുൻ നബവിയിലേക്ക് കയറുകയാണ്. അള്ളാന്റെ റസൂല് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ്. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഏത് സൂറത്താ ഓതുന്നത്? സൂറത്തുൽ ബഖറയാണ്. ഹബീബായ നിബിധങ്ങൾ കൈകെട്ടിക്കഴിഞ്ഞ് 1ാമത്തെ റക്അത്തിൽ ഒരു സൂറത്തുൽ ബഖറ. നമ്മൾ റമളാനിൽ പോലും മുസ്ലിയാരൊരു വലിയ സൂറത്ത് ഓതിയ പിന്നെ അന്ന് നിസ്കാരം കഴിഞ്ഞ ചർച്ചയോട് ചർച്ച. എന്താ മുസ്ലിം അലന്തരക്കഴ ഒഴിവാക്കിയത്, കുൽഹുവല്ല ഒഴിവാക്കിയത്? ഈ വലിയ സൂറത്തൊക്കെ നിസ്കരിച്ചാൽ നാളെ ഞങ്ങൾക്ക് രാവിലെ ജോലിക്ക് പോകണ്ടേ? ചിലപ്പോ മുസ്ലിയാരുടെ പണി തന്നെ പോകും. ഈ നാട്ടുകാരെ പറ്റിയല്ല കേട്ടോ, ഇടുക്കിക്കാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞു. നിങ്ങളൊക്കെ ഇവിടെ അങ്ങനെയല്ല, വിശാലമായ സൂറത്ത് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവർ. നബിതങ്ങൾ സൂറത്തുൽ ബഖറ ഓതുന്നത്. നമ്മുടെ അവസ്ഥ എന്താ? സൂറത്തുൽ ബഖറ പോയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പോലും അക്ഷരശുദ്ധിയോടെ ഓതി അള്ളാന്റെ മുന്നിൽ കുമ്പിടാൻ നമുക്ക് ടൈമില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുകൂഇലേക്ക് പോവുകയാണ്. റുകൂഇൽ പോയിട്ട് നമ്മൾ സുബ്ഹാനല്ലാഹി അസ്വാർ സൂസൂന്ന് മാത്രം കേൾക്കാം, പെട്ടെന്ന് തല ഉയർത്തണം കേൾക്കാം. റസൂലുള്ളാഹി സുബ്ഹാന റബ്ബിയൽ അല വ ബിഹംദിഹി എന്ന് പറഞ്ഞിട്ട് ആ റുകൂഇൽ എത്ര സമയം കിടക്കുന്നത്? നഹ്വ മിൻ ഖിയാമിഹി. സൂറത്തുൽ ബഖറ ഓതാൻ എത്ര സമയമെടുത്തു? അത്രയും സമയം അള്ളാന്റെ റസൂല് റുകൂഇൽ കിടക്കുന്നു, അള്ളാന്റെ മുന്നിൽ കരയുകയാണ്. പടച്ചോന്റെ മുന്നിൽ കരയുകയാ. രാത്രികാലത്ത് ആരും കാണുന്നില്ല. ഒരു ന്യൂനതയും ഇല്ലാത്ത നിബിധങ്ങൾ സൂറത്തുൽ ബഖറ ഒരാൾ ഓതാൻ എടുക്കുന്ന അത്ര സമയം ശറഫാക്കപ്പെട്ട മുതുക് കുലിച്ച് റുകൂഇൽ കിടന്ന് പടച്ചുറപ്പിന്റെ കടപ്പാട് ആലോചിച്ച് കരയുകയാണ്. ഈമാനുള്ള ചെറുപ്പക്കാരനോടാണ് ഞാൻ പറയുന്നത്, ചുറ്റുപാടുകൾ മലീമസമാണ്, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാണ്, എവിടെയും പ്രയാസങ്ങളാണ്. റബ്ബിനോടുള്ള കടപ്പാട് മറക്കണ്ട. നിബിധങ്ങളെന്ന് പറഞ്ഞാൽ അല്ലാഹു ഇതേപോലെ സ്നേഹിച്ച് ആദരിച്ച ഒരു നേതാവ് ലോകത്ത് വേറെയില്ല. റസൂലൂടെ ഒരൊറ്റ കാര്യം ഞാൻ പറയാം, മക്കത്ത് പോയാൽ അള്ളാഹു അവസരം നൽകുമാറാവട്ടെ. അതിനും ആഗ്രഹമില്ല, അള്ളാഹു അവസരം നൽകുമാറാവട്ടെ. പൈസ മുടക്കുള്ള പണിയാ, എന്നാലും 2 ഹറമുകളിൽ ഒന്ന് പോയി വരാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. മക്കത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായി ഒരാൾ മക്കത്ത് എന്നാൽ അയാള് ഹറമിലേക്ക് പ്രവേശിക്കേണ്ടത് ബാബുസലാം എന്ന കവാടത്തിലൂടെ. ഈ ബാബുസലാം എന്ന കവാടത്തിലൂടെ പുറത്തിറങ്ങിയാൽ ആ ഭാഗത്താണ് ചരിത്രങ്ങൾ കൂടുതലുള്ളത്. അവിടെ ഇറങ്ങുമ്പോ ഇപ്പോൾ സഫ പാലസ് നിൽക്കുന്ന കൊട്ടാരത്തിന്റെ ഏകദേശം തീരുന്ന ഭാഗം ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന ചെറിയ മല അക്കാലത്ത് അവിടെ ഉണ്ട്. ഇപ്പൊ വലിയ മലയായിട്ടൊന്നും അവിടെ കാണാനില്ല. അള്ളാഹു നബിതങ്ങളെ ഇഷ്ടപ്പെട്ടൊരു ഉദാഹരണം പറയാൻ വേണ്ടി ഞാൻ പറയുന്നു. കുടുംബങ്ങളെ വിളിച്ച് ഇസ്ലാമിക വിഷയങ്ങളിൽ നബിയെ മുന്നറിയിപ്പ് നൽകണമെന്ന ആയത്ത് തുടങ്ങിയപ്പോ ഖുറൈശികളിൽപ്പെട്ട അന്ന് അവിടെ ജീവിച്ചുള്ള പ്രധാനപ്പെട്ട കബീലകളിലെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് വിളിച്ചുകൂട്ടിയിട്ട് അവരോട് ചോദിച്ചു,
അല്ല, ഈ മലയുടെ പിന്നിൽ നിന്ന് ഒരു പറ്റം ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുമോ? അവരൊക്കെ പറഞ്ഞു അംഗീകരിക്കും. എന്തേ കാരണം? നീ ആമിനാബിയുടെ ഗർഭാശയത്തിൽ കുരുന്നാകുമ്പോ ഉപ്പ മരിച്ചുപോയതാ. ചെറിയ പ്രായത്തിൽ ഉമ്മയും മരിച്ചു. ഇത്ര പ്രായമായിട്ടും ഒരു കളവ് നിന്റെ നാവിൽ നിന്ന് കാണാത്തത് കൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവസാനം ചോദിച്ചു, എന്നാൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താണത്? എന്നെയും നിങ്ങളെയും ഒക്കെ പടച്ച ഏകനായ അല്ലാഹുവാണ്. ആ അള്ളാഹുവിനെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോ അബൂലഹബിന്റെ കളർ മാറി. തബ്ബല്ലക യാ മുഹമ്മദ് അലി ഹാദാ ജമാഅതന. മുഹമ്മദെ, നീ നശിച്ചു പോട്ടെ. പൂർവികരായ ഞങ്ങളുടെ പാരമ്പര്യ പിതാക്കന്മാരെ ആരാധ്യ വസ്തുക്കളെ വലിച്ചെറിയാൻ ഇത് പറയാനാണോ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? അപ്പ റസൂലുള്ളാഹിനെ അപേക്ഷിച്ചു ചുണ്ടു കൂടിയില്ല. നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ. മലക്കിന്റെ പേരാ ഞാൻ പറഞ്ഞത്. നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ ഇറങ്ങി വന്നങ്ങ് പറയുകയാണ്, തബ്ബത്ത് യദാ. ബാക്കി ഓതി. തെറ്റേലും ഓതാം. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ദാത ലഹബിൻ വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ. നിങ്ങൾക്ക് എത്ര വയസ്സായി? 60. അല്ലാഹു ഇനിയും ആഫിയത്തുള്ള ദീർഘായുസ് തരുമാറാവട്ടെ. ഈ സൂറത്ത് നിങ്ങൾ എന്ന് പഠിച്ചതാ? എന്ന് വെച്ചാലും ഒരു 5-6 വയസ്സിൽ പഠിച്ചത്. ഇപ്പൊ 60 ആയില്ലേ? സുബ്ഹാനല്ലാഹ്. 55 കൊല്ലമായിട്ട് അബൂലഹബിനെ മൂപ്പര് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. അബൂലഹബിനുമായിട്ട് നമ്മൾ കുടുംബപരമായ വല്ല വഴക്കമുണ്ടോ? വല്ല ആക്ഷേപം അവരുമായിട്ട് നമുക്കുണ്ടോ? അള്ളാന്റെ പണി നിങ്ങൾ നോക്ക്. സൂറത്തുൽ ബഖറ നിങ്ങൾക്ക് കാണാതെ അറിയോ? പേടിക്കണ്ട, എനിക്കും അറിയില്ല, നിങ്ങൾ ബേജാറാവണ്ട. ആൽ ഇംറാൻ അറിയോ? അൻആം അറിയൊന്നും നമുക്കറിയില്ല. അപ്പൊ അള്ളാന്റെ പണി നോക്കാം. വലിയ സൂറത്തുകളുടെ വരികൾക്കിടയിൽ അബൂലഹബിനുള്ള ആക്ഷേപം അള്ളാഹു വെച്ചാൽ സാധാരണക്കാരുടെ മനസ്സിൽ അവനോട് വെറുപ്പുണ്ടാവില്ല. അബൂലഹബിന്റെ പണി എന്താ? റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചു എന്നുള്ളതാ, വേറെ ഒരു തെറ്റുകൾ ചെയ്തില്ല. അപ്പൊ വലിയ സൂറത്തുകളുടെ വരികൾക്കിടയിൽ അബൂലഹബിനോടുള്ള ആക്ഷേപം അള്ളാഹു പഠിപ്പിച്ചാൽ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ അവനോടുള്ള വെറുപ്പുണ്ടാവൂല. ഇത് 5-ാമത്തെ വയസ്സിൽ പഠിച്ചാൽ 55 വയസ്സായിട്ട് പറയാ, ഞങ്ങളുടെ പ്രവാചകനെ കുറ്റം പറഞ്ഞ അബൂലഹബ് നിനക്കാണ് നാശം, നിനക്കാണ് നാശം, നിനക്കാണ് നാശമെന്ന് അള്ളാഹു പറയിപ്പിച്ചത് ആ നേതാവിനോടുള്ള പ്രേമത്തിന്റെ പേരിലാ. ഇത്രയേറെ അള്ളാഹു സ്നേഹിച്ച നേതാവായ നബിതങ്ങള്, ഇത്രയേറെ നബിതങ്ങളെ അള്ളാഹു സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൗദുൽ കൗസർ എന്ന് പറയുന്ന പാനീയം പാരത്രിക ലോകത്തെ ഹൗദിന്റെ അരികിൽ ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുമെന്ന് പഠിപ്പിച്ചെങ്കിൽ ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ അധികാരം അല്ല വിട്ടുകൊടുത്ത നേതാവ്. ആ നേതാവ് റുക്കോയിലേക്ക് പോയാൽ മനസ്സിൽ മുഴുവൻ എന്താ? ഇലഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വല അഖ്വാ അലാ നാരിൽ ജഹീമി. ഇനി ഒരു ഖബർ വരാനുണ്ട്, ഇനി ഒരു മഹ്ശർ വരാനുണ്ട്. അവിടെ എന്റെ റബ്ബിന്റെ മുന്നിലൊന്ന് തല ഉയർത്തി നിൽക്കണമെന്ന ചിന്ത വരുമ്പോ സൂറത്തുൽ ബഖറ ഓതുന്ന അത്രയും സമയം അല്ലാഹുവിന്റെ റസൂല് റുകൂഇലങ്ങ് കിടന്ന് കരയുകയാണ്. പിന്നീട് സമയ അല്ലാഹു ലിമൻ ഹമിദ എന്നിട്ട് നബി തങ്ങൾ റബ്ബനാ ലക്കൽ ഹംദ് പറഞ്ഞിട്ട് സുജൂദിലേക്ക് പോകാതെ നഹ്വൻ മിൻ റുകൂഇഹി സൂറത്തുൽ ബഖറ ഓതാൻ എടുത്ത സമയം നിബിതങ്ങളെ എഴുത്തുന്നവരിൽ നിൽക്കുകയാണ്. എന്നിട്ട് ആദ്യത്തെ സുജൂദിലേക്ക് നിബിതങ്ങൾ പോകുമ്പോ അക്രമമായ ഈ പ്രപഞ്ചത്തിൽ ഒരു അടിമ ഉടമസ്ഥനുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണെന്ന് നിബിതങ്ങൾ പഠിപ്പിച്ചെങ്കിൽ അതേ സുജൂദിൽ നിബിതങ്ങള് സൂറത്തുൽ ബഖറ ഓതുന്ന സമയം കിടന്ന് റബ്ബിന്റെ മുന്നിൽ കടപ്പാടാലോചിച്ച് കരയുകയാണ്. എന്റെ മുന്നിൽ വന്ന മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹുവിനോട് വല്ല കടപ്പാട് വീട്ടുന്നതിൽ ശ്രദ്ധയുണ്ടോ? ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നിർവഹിക്കേണ്ട റവാത്തിബ് സുന്നത്ത് പോലും ഇന്ന് ഇവിടെ വന്ന 99% ആളുകളും പൂർണ്ണമായും നിർവഹിക്കാത്തവരാ. നിങ്ങളുടെ മുഖം ചൊളിയണ്ട, ഞാൻ ഉറപ്പ് പറയാം. ളുഹറിന് ബാങ്ക് കൊടുത്താൽ മുമ്പ് എത്ര റക്അത്താ സുന്നത്ത്? 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ളുഹറിന്റെ ഫർദ് കഴിഞ്ഞാൽ 4 റക്അത്ത് നിസ്കരിക്കണം.
അസറിന് ബാങ്ക് കൊടുത്താൽ അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കണം. മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം. മഗ്രിബിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കണം. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് വേണം. നിത്യജീവിതത്തിൽ 22 റക്അത്ത് റവാത്തിബ് വേണമെന്നാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്. നബിതങ്ങൾ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, നബിതങ്ങൾ വഫാത്ത് വരെ ഈ 22 റക്അത്ത് ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ പള്ളി കയറിയ 4 റക്അത്ത് നിസ്കരിക്കലുണ്ടോ? 2 നിസ്കരിക്കലുണ്ടോ? ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, പൂമുഖത്തിരുന്ന് കുറെ വർത്താനം പറഞ്ഞു. കദ്കാമത്ത് സലാത്തിന് മുക്കറി പറയുമ്പോൾ പോയി അല്ലാഹു അക്ബർ. ഓട്ടോമാറ്റിക്കലി ഫാനിന് സ്വിച്ച് ഇടും പോലെ കെട്ടലല്ലാതെ ആത്മാർത്ഥമായി 4 റക്അത്ത് കൃത്യമായി നിസ്കരിക്കലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം 22 റക്അത്ത് റവാത്തിബ് മുടങ്ങാതെ നിസ്കരിച്ച ഒരാളുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. പിന്നെ എന്ത് കടപ്പാടാ പടച്ചോണ്ട് നമ്മൾ വീട്ടണം? പിന്നെ എങ്ങനെയാ അള്ളാഹ് ദ്വാരന്നാൽ ഉത്തരം തന്നെ? നിന്റെ കുടുംബത്തിൽ എങ്ങനെയാ സ്വസ്ഥത ഉണ്ടാവണേ? നിന്റെ വരുമാനത്തിൽ എങ്ങനെയാ പുരോഗതി ഉണ്ടാവണേ? ഈമാനികമായൊരു മാറ്റം നിനക്ക് എങ്ങനെയാ ഉണ്ടാവണത്? ദുഹർ നിസ്കാരം കഴിഞ്ഞ് ഓടി പുറത്തേക്ക് പോകുന്നത് മക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനല്ലല്ലോ, ഈ വഴിയിലൂടെ വർത്തമാനം പറഞ്ഞ് നടക്കാനല്ലേ? എന്നാൽ എന്റെ ഹബീബ് പടച്ചോനെ 4 റക്അത്ത് ദുഹറിന് ശേഷം ഒഴിവാക്കാതെ നിസ്കരിച്ച നേതാവല്ലേ? ഞാൻ നിസ്കരിച്ചേക്കാമെന്ന് കരുതി ദുഹറിന്റെ ഫർള് കഴിഞ്ഞാൽ 4 കൃത്യമായി നിസ്കരിക്കുന്നവർ എത്രയുണ്ട്? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ എത്രയുണ്ട്? എന്നിട്ട് നമുക്ക് രോഗം വരുമ്പോ പടച്ചോനെ എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക ഞെരുക്കം വരുമ്പോ റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞാൽ റബ്ബിന്റെ നോട്ടം നിനക്ക് കിട്ടൽ എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്നത് വരെ 22 റക്അത്ത് സുന്നത്ത് നിത്യജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ആ നേതാവ് രാത്രി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ സുജൂദിൽ പോയി കിടന്നിട്ട് എത്രയാ കിടക്കണത്? സൂറത്തുൽ ബഖറ ഓതുന്ന സമയം നബിതങ്ങൾ സുജൂദിലങ്ങ് കിടക്കുകയാണ്. ഇടയിലുള്ള ഇരുത്തത്തിൽ വന്നാൽ നഹുവ മിൻ സുജൂദിഹി, സൂറത്തുൽ ബഖറ ഓതുന്ന സമയം ഇടയിലുള്ള ഇരുത്തൽ നബിതങ്ങൾ ഇരിക്കുകയാണ്. രണ്ടാമത്തെ സുജൂദിൽ പോയാലും ഈ സൂറത്തുൽ ബഖറ ഓതുന്ന സമയം നബിതങ്ങൾ സുജൂദിൽ കിടക്കുകയാണ്. രണ്ടാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്തേതാ? സൂറത്തുൽ നിസാ ആണ്. മൂന്നാമത്തതിൽ ഇതാ മാഇദയാണ്. നാലാമത്തതിൽ അൻആമാണ്. ഈ 4 സൂറത്ത് ഓതുന്ന അത്രയും സമയം റുകൂഇലും സുജൂദിലും കിടന്ന് നബിതങ്ങൾ റബ്ബിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു സുബ്ഹിക്ക് ബാങ്ക് കൊടുക്കാൻ മദീനത്തെ പള്ളിയിലേക്ക് വരുന്നത്. റസൂലുള്ളാഹി സുജൂദിൽ കിടക്കുന്ന കണ്ട ബിലാൽ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. റസൂലുള്ളാഹിന്റെ കൈകാലുകൾക്ക് നീര് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ശരീരത്തിന് ക്ഷീണം കാണുന്നുണ്ട്. വല്ലവന്തു സുന്നത്തമൻ അഹിയൽ വലാമയില അനിസ്തഖതു ഖദമാ ഖുദ്റ മിൻ വറബി മൗലായ സ്വല്ലി വസല്ലം. ബിലാൽ തങ്ങൾ വന്നിങ്ങനെ നിന്ന് കരയുകയാണ്. സലാം വീട്ടിയ റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നിട്ട്, ഓ നബിയെ, ശരീരത്തിന് മുഴുവനും നീര് കാണുന്നുണ്ടല്ലോ നബിയെ, കാൽപാദങ്ങൾക്ക് നീര് കാണുന്നുണ്ടല്ലോ നബിയെ. ആ സമയത്ത് എന്തിനാണ് നബിയെ ഇത്രയേറെ ശരീരം ക്ഷീണിപ്പിക്കുന്ന രൂപത്തിൽ ഇബാദത്തിൽ മുഴുകുന്നത്? റസൂലുള്ളാഹിന്റെ പ്രതികരണം വരികയാണ്, അഫലാ അകൂന അബ്ദൻ ശകൂറാ. ബിലാൽ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ഈ രാപ്പകലുകളും ഈ പ്രപഞ്ചം മുഴുവനും നമുക്ക് വേണ്ടി അല്ലാഹു സംവിധാനിച്ചതല്ലേ? ആ റബ്ബിനോട് കടപ്പാട് വേണ്ടേ? ഒരു നന്ദി പ്രകടിപ്പിക്കണ്ടേ? ആ നന്ദിയുടെ ഭാഗമായി ഞാനങ്ങ് നിന്നിട്ട് സുബഹിയായതറിഞ്ഞില്ല. നബിതങ്ങൾ പോലും പറഞ്ഞെങ്കിൽ സീരിയലിന്റെ മുന്നിലിരിക്കുന്ന എന്റെ പൊന്നുമ്മമാരെ, 10,000-വും 15,000 വിലപിടിപ്പുള്ള ഫോണിൽ നെറ്റെടുത്തിട്ട് ഹറാമ് കാണുന്ന എന്റെ പൊന്നു പെങ്ങളെ, പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളൊന്ന് ചിന്തിക്കണം. പടച്ച റബ്ബിലേക്കൊന്ന് മടങ്ങണം. പടച്ചോനോടുള്ള കടപ്പാടുകൾ വീട്ടണം. അത് വീട്ടാതിരുന്നാൽ ടെൻഷൻ നിങ്ങളെ വിട്ടൊഴിയൂല. എല്ലാ രോഗ
രോഗങ്ങൾ വന്നാലും മെഡിസിൻ വെറുതെയാണ്, വൈദ്യശാസ്ത്രം വെറുതെയാണ്. പടച്ചുറപ്പിന്റെ തിരുനോട്ടമില്ലാതെ ശിഫാ ഇല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ജീവിതം അതാണെങ്കിലും ഞാൻ ഒന്നുകൂടി പറയട്ടെ, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ആഖിറത്തിലെ നേതാവിനെ കാണാനും കൈപിടിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആരാ ഉമറുൽ ഫാറൂഖ് തങ്ങള്? ഒരു വഴിയിൽ ഉമർ കടന്നാൽ ആ വഴിയിൽ പിശാച് കടക്കൂല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അത് ഉമറാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. ബാപ്പുജിയെ, മഹാത്മജിയെ പത്രക്കാര് വളഞ്ഞു. പത്രക്കാര് വളഞ്ഞു ചോദിച്ചു, ബാപ്പുജി, ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക്, സാമ്പത്തിക ഭദ്രതയ്ക്ക് അങ്ങ് കാണുന്ന ആശയം ഏതാണ്? ഗാന്ധിജി ഒന്നും മുസ്ലിം അല്ലല്ലോ. പക്ഷെ ഗാന്ധിജി ചിന്തിക്ക് ഉടനടി മറുപടി, സഡൻ മറുപടി വന്നു, ഉമറിന്റെ ഭരണം, ഉമറിന്റെ ഭരണം. എന്തുകൊണ്ടാ ഉമറിന്റെ ഭരണം പറഞ്ഞത്? ആ ഭരണകാലത്ത് ഒരു സാമ്പത്തിക ഞെരുക്കം രാജ്യത്ത് അനുഭവപ്പെട്ടിട്ടില്ല. ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥിതി പറയണോ? സാമ്പത്തിക വളർച്ചാ നിരക്ക് എവിടെ നിൽക്കുന്നു? നോട്ട് നിരോധനമൊക്കെ വന്നതിന് ശേഷം രാജ്യത്തിന്റെ സമ്പദ്ഘടന എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഭീതിജനകമാണ്. ഇസ്ലാമിലെ എല്ലാരും മതത്തെ കുറ്റം പറയുന്നു, താടി കാണുമ്പോൾ ഭീകരത, തീവ്രത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ടാം ബദലായി ലോകത്തുനിന്ന് ഇസ്ലാം വളരുകയാണ്. അത് ഈ മതത്തിന്റെ ആശയ സൗന്ദര്യമാണ്. ഇപ്പൊ അടുത്ത കാലത്ത് വളരെ ചുരുങ്ങിയ മാസങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ജർമ്മൻകാരനായ ഒരു ഡോക്ടർ. അദ്ദേഹം നമ്പർ 1 ക്രൈസ്തവനായ ഒരു ഡോക്ടർ. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് കാണാൻ വരുന്ന രോഗികൾക്ക് പലപ്പോഴും അയാൾ ഗിഫ്റ്റ് ബൈബിളിന്റെ കോപ്പിയെ കൊടുത്തു വിടാറുള്ളത്. യേശുക്രിസ്തുവിന്റെ ചിത്രം തന്റെ റൂമിന്റെ പിൻഭാഗത്ത് തന്നെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ന് വേണ്ട വലിയ വലിയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അയാള് രോഗികളുടെ അടുത്തേക്ക് ചെന്നാൽ ഓപ്പറേഷന് മുമ്പ് ഒന്ന് കുരിശു വരയ്ക്കാതെ ഓപ്പറേഷൻ ഉപകരണങ്ങൾ കൈകൊണ്ട് തൊടാറില്ല. ഇത്രയും വലിയ വിശ്വാസം. അയാളിപ്പോ അടുത്ത് മുസ്ലിം. അയാൾ മുസ്ലിമായത് എങ്ങനെയാ? ഒരു അഫ്ഗാൻ താലിബാൻ ക്യാമ്പിൽ അയാൾ ചെന്ന് പെട്ടിട്ട് തോക്കിൻ മുന കണ്ടിട്ട് അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചതല്ല. കോടിക്കണക്കിന് ഡോളറിന്റെ ഓഫർ അല്ല. പിന്നെയോ അദ്ദേഹം മുസ്ലിം ആവാൻ കാരണം, അദ്ദേഹം നൈറ്റ് ഡ്യൂട്ടിയിൽ ഇങ്ങനെ രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കേസ് വന്നു. ആക്സിഡന്റ് കേസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതോ ഒരു നല്ല ചെറുപ്പക്കാരിയായ ഗർഭിണിയായ ഒരു പെണ്ണിനെ. ഈ ഗർഭിണിയായ പെണ്ണ് അപകടത്തിൽപ്പെട്ട് തലപൊട്ടി തലച്ചോറൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, കൈകാലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. പെണ്ണ് സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചെങ്കിലും ഈ ഗർഭസ്ഥ ശിശു ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബോഡിയാണ് ഇദ്ദേഹം കാണുന്നത്. ഒരു മനുഷ്യ സ്നേഹിയായതുകൊണ്ട് പെട്ടെന്ന് ഇദ്ദേഹം ഈ ബോഡി ഹോസ്പിറ്റലിൽ ഉള്ളിൽ കയറ്റിയിട്ട് ശസ്ത്രക്രിയ ചെയ്ത് ജീവനുള്ള കുട്ടിയെ പുറത്തെടുത്തു. അതാ നാട്ടിൽ വൻ വിപ്ലവമായി. കാരണം ഈ പെണ്ണ് ജൂഡോ സമൂഹത്തിൽ പിറന്ന പെണ്ണ. ഇവരുടെ മതവിശ്വാസം തള്ളയുടെ മരണം കുട്ടിയുടെ ജാതക ഫലമാണ്. അപ്പൊ അതുകൊണ്ടൊരു ഗർഭിണിയായ പെണ്ണ് മരിക്കുമ്പോ ഗർഭസ്ഥ ശിശുവിന് ജീവനുണ്ടെങ്കിലും ആ തള്ളയോടൊപ്പം കുട്ടിയെ കുഴിച്ചു മൂടണം എന്നാണ് അവരുടെ പ്രമാണം. അതിനെതിരെ ഒരു ഡോക്ടർ ചിന്തിച്ചപ്പോ അദ്ദേഹത്തിന്റെ ജീവനെതിരെ വെല്ലുവിളി ഉയർത്തിയിട്ട് ജൂഡോ സമൂഹം ജർമ്മൻ തെരുവോരങ്ങൾ പ്രക്ഷുബ്ധമാക്കി. പിടിച്ചു നിൽക്കാൻ വകയില്ലാതെ അദ്ദേഹം ക്രൈസ്തവ പാതിരിമാരോട് ചോദിച്ചു, നമ്മുടെ പഴയതോ പുതിയതോ ആയ ബൈബിളിൽ എവിടെയെങ്കിലും ഇതിന് വല്ല പരിഹാരമുണ്ടോ? മറുപടി ലഭിച്ചില്ല. ഹൈന്ദവ പുരാണങ്ങളിലേക്കും മഹർഷിമാരിലേക്കും അദ്ദേഹം ഇറങ്ങിച്ചെന്നു. കൃത്യമായ മറുപടി ലഭിച്ചില്ല. അവസാനം ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് അയാൾ കത്തെഴുതി. ഇസ്ലാം കാലികമാണല്ലോ, നിങ്ങളുടെ മുസ്ലിം ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഞാൻ ഈ അകപ്പെട്ട പ്രശ്നത്തിന് പരിഹാരമുണ്ടോ? കത്ത് കിട്ടേണ്ട താമസം, മറുപടിയുടെ പ്രവാഹം. മിസ്റ്റർ ജോഹാൻസ്, നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങുക. നിങ്ങൾക്ക് ഇസ്ലാം മതത്തിന്റെ പിൻബലമുണ്ട്. ഒരിക്കലും നിങ്ങൾ ചെയ്തത് അനീതിയല്ല, നീതിയാണ്. ഒരു ഗർഭിണിയായ പെണ്ണ് മരണപ്പെടുകയും ഗർഭസ്ഥ ശിശുവിന് ജീവനുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ ആ കുട്ടിയെ കുഴിച്ചു മൂടാൻ പാടില്ല, രക്ഷപ്പെടുത്തണം.
ഈ മറുപടി ഡോക്ടർ കിട്ടുമ്പോൾ കൈകൾ ഇങ്ങനെ വിറക്കുകയാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലത്തും ജർമ്മൻ തെരുവോരങ്ങളിൽ പൊലിഞ്ഞ ഒരു പെണ്ണിന്റെ ഉദരത്തിലുള്ള കുരുന്നിന്റെ ചരിത്രം പോലും വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട മതം അത് കാലികമാണ്. ഏത് കാലത്തേക്കും അത് കാലോചിതമാണ്. ഇത് മനുഷ്യ മസ്തിഷ്കങ്ങളിൽ ഉരുത്തിരിഞ്ഞ തത്വസംഹിതകളല്ല. അതിന്റെ പിന്നെ ചാലക ശക്തിയുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജോഹാൻസ് മുസ്ലിമാവുകയാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? അത്രയും ലോകം വാഴ്ത്തിയ ഭരണാധികാരി സയ്യിദുന ഉമറുൽ ഫാറൂഖ് ബഹുമാനങ്ങൾ ഏറെയാണ്. മക്കത്ത് പോയവർക്കറിയാം, തവാഫ് തുടങ്ങി അല്പമങ്ങ് മുന്നോട്ട് ചെന്നാൽ, തവാഫ് ഇങ്ങനെ തുടങ്ങി മുന്നോട്ട് ചെന്നാൽ അവിടെ മത്താഫിന്റെ നടുവിൽ തന്നെ ഒരു ചില്ലുകൊണ്ട് ഇങ്ങനെ ഒരു സ്തൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലേ? അതിനെന്താ പറയല്? മഖാമു ഇബ്രാഹിം. അത് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കറാമത്താണ്. അത് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കറാമത്താണ്. അതിന്റെ കറാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും ഒരു ദിവസം രാത്രി മത്താഫിലിറങ്ങി. അപ്പൊ ഇബ്രാഹിം നബിയുടെ കാൽപാദമേറ്റ ഈ കല്ല് അവിടെ ഒരു ഭാഗത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശനമേറ്റ കല്ലല്ല നബിയെ, ഇത് ചരിത്ര സ്മാരകമായി സൂക്ഷിക്കേണ്ടതല്ല നബിയെ. പറഞ്ഞു തീർന്നില്ല, ജിബ്രീൽ വരികയാണ്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ലാ. ഇബ്രാഹിം നബിയുടെ പാദസ്പർശനമേറ്റ കല്ല് അത് ചരിത്രമാരകമായി സൂക്ഷിച്ചതിന്റെ പിന്നില് നിസ്കാരം നിലനിർത്തിയ സ്മരണ നിലനിർത്തണമെന്ന ചരിത്രം പരിശുദ്ധ ഖുർആനിലൂടെ ലോകത്ത് പഠിപ്പിച്ചെങ്കിലും ഇത്രയേറെ ബഹുമാനമുള്ള ഭരണാധികാരിയായ ഉമർ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ മരണപ്പെട്ടു, വഫാത്തായി. ഉമർ തങ്ങൾ ഭരണമേറ്റെടുത്തു. ലോകം പുകഴ്ത്തിയ ഭരണാധികാരിയാണ്. ആ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മുന്നിലേക്ക് ഒരു അനുയായി ഒരു ആവലാതി പറയാനങ്ങ് വന്നുപോയി. ആവലാതിക്കിടയിൽ മഹാൻ അവர்கள் അറിയാതെ ക്ഷീണം കൊണ്ടൊന്ന് കണ്ണടച്ചുപോയി. ആവലാതി അനുയായി പറയുമ്പോ മൂപ്പരൊന്ന് കണ്ണിങ്ങനെ അടച്ചു. കണ്ണടച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ദേഷ്യം പിടിക്കും. നമ്മളിപ്പം പള്ളിയിലുള്ള ഉസ്താദിന്റെ അടുത്തൊരു വലിയ വിഷമം, ഉസ്താദ് ദ്വാരക്കണമെന്ന് പറയാൻ വേണ്ടി കയറി ചെല്ലുമ്പോ ഉസ്താദ് നമ്മുടെ വർത്തമാനത്തിൽ ഉറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? പിന്നെ കൂടുതൽ കാലം ഉസ്താദ് പള്ളി ജോലി ചെയ്യില്ല. കാരണം ജനങ്ങളൊരു പ്രയാസം പറയാൻ വേണ്ടി കയറി ചെല്ലുമ്പോ ആവലാതി കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത എന്ത് മുസ്ലിയാരാന്ന് ജനം പറയൂലേ? ഇതേപോലെ അനുയായി പറഞ്ഞു, ഉമർ നീ ഖലീഫയൊക്കെ ശരി തന്നെയാ, പക്ഷേ ഞങ്ങൾ അനുയായികളാ. എന്തെങ്കിലും പ്രയാസം വരുമ്പോ നീ ഇങ്ങനെ കണ്ണടച്ചുറങ്ങിയാലേ ഇവിടെ നിനക്ക് ഉറങ്ങാം, ഭരണാധികാരി നിനക്ക് രക്ഷപ്പെടാം, പക്ഷെ ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു കോടതി വരാനുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തി. ഓരോരുത്തരെ പറ്റിയും അല്ലാഹു ചോദ്യം ചെയ്യും. എന്നെ പറ്റി അല്ല ചോദ്യം, നിങ്ങളെ പറ്റി. നിങ്ങളൊക്കെ ഭരണകർത്താക്കളാ. എവിടത്തെ? രാജ്യത്തിന്റെ ഭരണകർത്താക്കളാ, വീട്ടിലെ ഭരണകർത്താക്കളാ. ഭാര്യയെ പറ്റി ചോദിക്കും, മക്കളെ പറ്റി ചോദിക്കും, എല്ലാവരും ഭരണകർത്താക്കളാണ്. നിങ്ങൾ ഭരണം നടത്തിയ മേഖലയെ പറ്റി ചോദിച്ചു മറുപടി പറയാതെ ഒരു കാലെടുത്ത് വെക്കാൻ അല്ലാഹു സമ്മതിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു, അത് ആഖിറത്തിൽ വെച്ച് ഉമറേ ഇതിനൊക്കെ ഞങ്ങൾ പരിഹാരം കാണുമെന്ന് പറഞ്ഞപ്പോ ഭരണാധികാരിയായ ഉമർ തങ്ങളുടെ കണ്ണു നിറയുകയാണ്. അയാളെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാ, സുഹൃത്തെ പൊരുത്തപ്പെടണം, എന്നോട് ക്ഷമിക്കണം, ആഖിറത്തിൽ എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റരുത്, ക്ഷീണം കൊണ്ട് സംഭവിച്ചു പോയതാ. ഭരണാധികാരിയുടെ കണ്ണുനീര് കണ്ട അനുയായും കരയുകയാണ്. ഉമറേ വെറുപ്പ് കൊണ്ട് പറഞ്ഞതല്ല, പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറഞ്ഞതല്ല, എന്റെ മനസ്സിന്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതാ. എനിക്കൊരു പൊരുത്തക്കേടും നിന്നോടില്ല. ഇതങ്ങ് പറഞ്ഞപ്പോ അനുയായി ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയുകയാണ്, ഉമറേ എന്തിനാ നീ അതൊരു കാര്യം കേൾക്കുമ്പോ ഉറങ്ങുന്നത്? രാത്രി വിശാലമല്ലേ, ഒരു അല്പസമയം രാത്രി കിടന്ന് ഉറങ്ങിക്കൂടെ? സുബഹി കളാക്കി ഉറങ്ങുന്ന എന്റെ പൊന്നനുജന്മാരൊന്ന് ചിന്തിക്കണം. ഇതങ്ങ് കേട്ടപ്പോ മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്താ? ആ നേതാവേദാ
മുഖത്ത് നോക്കിയിട്ട് ഉമറെ സ്വർഗത്തിലാണെന്ന് ലളിതങ്ങൾ പറഞ്ഞ നേതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, മോനെ എനിക്ക് ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, രാത്രി എനിക്ക് ക്ഷീണമുണ്ട്, പക്ഷേ കിടപ്പറയിലേക്ക് ചെന്ന് കിടന്നാൽ എനിക്ക് ഉറക്ക് വരാറില്ല. കാരണം ഞാനങ്ങനെ അമിതമായി ഉറങ്ങിപ്പോയാൽ ഇവിടെ 60-ന്റെയോ 70-ന്റെ ഇടയിൽ മിക്കവാറും മരിക്കും. ഇവിടെ എനിക്ക് ഉറക്കം ഒഴിയാനൊക്കെ കഴിയും, പക്ഷേ ഇനി ഒരു ലോകം എനിക്ക് വരാനുണ്ട്. അവിടെ ശാശ്വതമായ ജീവിതമാണ്. ആ ജീവിതത്തിൽ ചൊല്ലുമ്പോ എന്തെങ്കിലും എന്റെ കൈകളിൽ വേണമല്ലോ. എന്റെ റബ്ബിനോടുള്ള കടപ്പാടുകൾ വീട്ടുന്നതിൽ വീഴ്ച വന്നു പോയാൽ അത് പേടിക്കുമ്പോ എനിക്ക് കിടന്നിട്ട് ഉറക്ക് വരാറില്ല. മുഖത്ത് നോക്കി നിബിധങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ നേതാവിന്റെ മറുപടി ഇതാണെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളെ മജ്‌ലിസിൽ എത്രയുണ്ട്? 5 മണിക്ക് ബാങ്കാണെങ്കിൽ 4 മണിക്ക് അലാറം വെച്ചിട്ട് എഴുന്നേറ്റിട്ട് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൂടെ? 8:30-9 മണിക്ക് പോത്തങ്കോട് നടക്കുമ്പോ പള്ളികൾ എത്രയാണ്? ഒരു 2 റക്അത്ത് ളുഹ നിസ്കരിച്ചുകൂടെ? ഫർളായ നിസ്കാരത്തിന് ബാങ്ക് കേൾക്കുമ്പോ റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിച്ചുകൂടെ? ഇത്രയും ചുരുങ്ങിയ കടപ്പാടുകളെങ്കിലും റബ്ബിനോട് നിറവേറ്റാതെ മരിച്ചുപോയാൽ എങ്ങനെ രക്ഷപ്പെടാനാ? ഖബറിൽ എങ്ങനെ രക്ഷപ്പെടാനാ? ഞാൻ ആ ഭാഗം നീട്ടുകയല്ല. ഈ മാസം റബീഉൽ ആഖിറല്ലേ, ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പറയുന്ന മാസമല്ലേ റബീഉൽ ആഖിർ. ഈ റബീഉൽ ആഖിറിൽ ബഹുമാനപ്പെട്ടവരെ നമ്മൾ ഓർക്കുമ്പോ അള്ളാഹിനോടുള്ള കടപ്പാടങ്ങ് ചിന്തിച്ചപ്പോ മഹാൻ 40 കൊല്ലം ഉറങ്ങിയോ? നിലവേറും ഇശാത്തൊഴുതൊരുവാല് 40 റ്റാണ്ട് സുബഹി തൊഴുതോവ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കണമെന്ന് ചിന്ത വന്നപ്പോ 40 കൊല്ലക്കാലത്തോളം ഇശാ നിസ്കരിച്ച ഒന്നുകൊണ്ടാണ് സുബഹി നിസ്കരിച്ചതെന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, വിമർശനത്തിന് എവിടെയാ സമയമുള്ളത്? ഹറാം പറയാൻ എവിടെയാ സമയമുള്ളത്? നമ്മുടെയൊക്കെ ജീവിതം സമാപിക്കാൻ അടുത്തായില്ലേ? നിന്റെ കാല് ധരിച്ച ചെരുപ്പിന്റെ വാറിനേക്കാളേറെ മരണം നിന്റെ പിന്നാലെ ഉണ്ടെന്നുള്ള ഓർമ്മ വേണം. ഈ ഓർമ്മ നിന്റെ കൽബിലുണ്ടെങ്കിൽ എന്റെ സഹോദര, ഫർളുകൾ ഖളായി അല്ലാഹുവിനോടുള്ള കടപ്പാട് മറന്നു പോകരുത്. റവാത്തിബുകൾ ഒഴിവാകരുത്, തഹജ്ജുദ് ഒഴിവാകരുത്, ദുഹാ നിസ്കാരം ഒഴിവാകരുത്. പെണ്ണ്, നിന്നെപ്പോലെ മജ്ജയും മാംസവും വിചാരവികാരമുള്ള ഒരു പെണ്ണ് അല്ലാഹുവിനോടുള്ള കടപ്പാട് ചിന്തിച്ചപ്പോ വിവാഹ ജീവിതം പോലും ഒഴിവാക്കി. ആ മഹദിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു കല്യാണാലോചനയുമായി ചെന്ന റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹാ മഹാനവറുകളോട് പറഞ്ഞു, ഞാനൊരു ഭാര്യയാവാൻ തയ്യാറാണ്, പക്ഷേ 4 ചോദ്യങ്ങൾക്ക് ഇതുവരെയായി എനിക്ക് മറുപടി ആരും തന്നിട്ടില്ല. ഞാനതിന്റെ അന്വേഷണത്തിലാണ്. നീണ്ട സംഭവം ഞാൻ ചുരുക്കുകയാണ്. ചോദിച്ചു, ഒന്നാമത്തേതാണ്. അപ്പൊ പറഞ്ഞു, ഞാനൊരു മുസ്ലിമായ ഉപ്പാന്റെ ഉമ്മയുടെ മകളായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. ഓ ഹസൻ ബസ്രി തങ്ങളെ, ഇനി എന്നെ അലട്ടുന്ന വേവലാതി ഈ ലോകത്തോട് വിട പറയുമ്പോ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനൊരു മുസ്ലിമായിട്ട് മരിക്കാൻ എനിക്ക് കഴിയുമോ? അത് പറയാൻ എനിക്ക് കഴിയില്ല റാബിയ. ഉടനെ പറഞ്ഞു, എന്നാൽ എനിക്കങ്ങനെ മരിക്കാൻ വേണ്ടി എന്റെ റബ്ബിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുമ്പോൾ ഒരു ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയൂല. രണ്ടാമത്
കബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ കബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബേ, അതിൽ കിടക്കേണ്ടതാണ് സമാന. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പോലും ഖബർ കണ്ടപ്പോ വാവിട്ട് കരഞ്ഞെങ്കിലും ഓ ഹസൻ ബസരി, എന്റെ മയ്യത്ത് ഖബറിലെത്തിയാൽ മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുമ്പോ മറുപടി പറയാൻ എനിക്ക് കഴിയുമോ മോളെ? അത് പറയാൻ എനിക്ക് കഴിയൂല. എന്നാൽ എന്റെ റബ്ബിനോടുള്ള കടപ്പാടുകളൊന്ന് നിർവഹിച്ചു അത് മറുപടി പറയാനുള്ള ഒരുക്കം നടത്തുമ്പോ ഒരാളുടെ ഭാര്യയാവാൻ എനിക്ക് കഴിയൂല. മഹ്ശറിലെത്തുമ്പോ ചെറിയൊരു ചിന്ത പോലെ എഴുതി വെച്ച കിതാബ് വലത് കൈയിലോ ഇടത് കൈയിലോ കൊടുക്കുന്ന ഒരു സമയമുണ്ട്. എന്റെ കിതാബ് ഏത് കൈയിലോ അതും എനിക്ക് പറയാൻ കഴിയില്ല. നാലാമത് ഫരീഖും ഫിൽ ജന്നത്തി വഫരീഖും ഫിസ്സഈർ, ഒരു കൂട്ടർ നരകത്തിലേക്ക് മറ്റൊരു കൂട്ടർ സ്വർഗത്തിലേക്ക് മാറ്റി നിർത്തുമ്പോ ഞാൻ ഏത് പട്ടികയിലാ പെടുക? ഓ ഹസൻ ബസരി എന്ന് ചോദിക്കുമ്പോ മഹാൻ പറയുന്നു അതിന് മറുപടി പറയാനും എനിക്ക് കഴിയൂല. അപ്പൊ മഹദി പറയുന്നു എന്നാൽ എന്റെ റബ്ബിന്റെ മുന്നിൽ കടപ്പാട് നിർവഹിക്കാൻ ഞാൻ ഒരുങ്ങുമ്പോ ഒരു ഭാര്യയാവാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പാതിരാത്രി സമയത്ത് ആ മഹദി എഴുന്നേൽക്കുകയാണ്, ഒന്നുണ്ടാക്കുകയാണ്. എന്നിട്ട് ചുറ്റുഭാഗത്തേക്ക് നോക്കുമ്പോ ഒരൊറ്റ വീട്ടിലും വെളിച്ചമില്ല, പ്രകാശമില്ല. ആ വീട് കണ്ടിട്ട് മഹദി പാടുകയാണ് അജബൽ ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. ഇവരെന്ത് മനുഷ്യരാണ്, ഇവരെന്ത് മനുഷ്യരാണ്. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷവുമായി 3 തവണ ഓതൽ സുന്നത്തുള്ള സൂറത്തല്ലേ സൂറത്തുൽ കഹ്ഫ്. 3 പ്രാവശ്യം ഓതണമെന്നാണ്. ഒരു വട്ടമെങ്കിലും ഓതാത്ത ഒരാള് ഈ പോത്തങ്കോട് മഹലിൽ ഉണ്ടാവാൻ പാടില്ല. ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഓതണം. നബിതങ്ങൾ പറഞ്ഞു 3 പ്രാവശ്യം ഓതൽ സുന്നത്തുണ്ട്. അത് കഴിവിന്റെ പരമാവധി നിലനിർത്തിയാൽ എന്റെ ചെറുപ്പക്കാര് ജുമാ ദിവസം നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് ഓതണം. പറ്റിയാൽ വ്യാഴാഴ്ച വൈകുന്നേരം ഇന്നത്തെ രാത്രി ഓതണം. അല്ലെങ്കിൽ ജുമാ കഴിഞ്ഞെങ്കിലും ഒരു തവണ സൂറത്തുൽ കഹ്ഫ് പതിവാക്കിയാൽ ഏറ്റവും വലിയ നേട്ടം എന്താണ്? മരണസമയത്ത് പിശാച് വന്നിട്ട് ഈമാൻ പരീക്ഷണത്തിലാക്കുമ്പോ സൂറത്തുൽ കഹ്ഫ് പതിവാക്കിയവനാണോ പിശാചിനെ തൊടാൻ കഴിയൂല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതുന്ന ഒരായത്താണ് ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും രസമുള്ളതാ, കദളിപ്പഴം തിന്നാനും എന്ന് പറഞ്ഞ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം മുഴുവനും മറക്കുന്ന ഒരു സമയം വരാനുണ്ട്. അതെപ്പോഴാണ്? അല്ലാഹുവിനെ ഒന്ന് കാണുമ്പോഴാണ്. പടച്ചോനെ, റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ പേരിൽ ഈ മജ്ലിസിൽ വന്ന ഞങ്ങൾക്കൊക്കെ നാളെ മഹ്ശറിൽ വരുമ്പോ നിന്നെ കണ്ണുകളെ ഒന്ന് കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ദോഷങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും നിനക്കുമിടയിൽ മറയിടല്ലേ അല്ലാഹ്. റാബിയത്തുൽ അദവിയ രാത്രി എഴുന്നേറ്റ് പാടുകയാണ് അജബൽ ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. ഇവർക്ക് മരിക്കണ്ടേ, ഖബറിൽ കിടക്കണ്ടേ, നാളെ മഹ്ശറിലെത്തുമ്പോ റബ്ബിനെ ഒരു നോക്കൊന്ന് കാണണ്ടേ. എന്തൊരുറക്കമാണ് ഇവർ ഉറങ്ങുന്നത്. ഇത് തെറ്റായ ഉറക്കമല്ലേ എന്ന് മജ്ജയും മാംസവും വിചാര വികാരമുള്ള റാബിയത്തുൽ അദവിയ പാടിയെങ്കിലും ഇവരൊക്കെ മഹാന്മാരോടുള്ള അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ അനുസരിച്ച് ജീവിച്ചവരാണെങ്കിൽ നമ്മുടെ ദുആയ്ക്ക് ഉത്തരം കിട്ടാതെ പോകുന്നത്, നമ്മുടെ മനസ്സിന് ടെൻഷൻ ഇങ്ങനെ പിടികൂടുന്നത്, സാമ്പത്തിക രംഗത്ത് ഞെരുക്കമുണ്ടാകുന്നത്, മാരകമായ രോഗങ്ങൾ വേട്ടയാടുന്നത്, അള്ളാഹുവിനോട് കൈയുയർത്തുമ്പോൾ ഉത്തരം കിട്ടാതെ പോകുന്നത് റബ്ബിനോടുള്ള കടപ്പാടുകൾ മറന്നതിന്റെ പേരിലാ. അത്രമാത്രം ഇപ്പൊ പറഞ്ഞു. ഇനി 9 വിഷയം ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുന്നത് പോലെ അത് പിന്നീട് പറയാമെന്ന് ഉണർത്തി
ഇന്നൊരു 10 സ്വലാത്തിൽ ഇപ്പൊ നമുക്ക് ദുആ ചെയ്ത് നിർത്താം. 10:45 11 മണിക്കെങ്കിലും തുടക്കമാണല്ലോ, അതുകൊണ്ട് കൂടുതൽ നീട്ടണ്ട. അതുകൊണ്ട് ഒരു 10 സ്വലാത്തിൽ നമുക്കൊക്കെ ദുആ ചെയ്യാം. സ്ത്രീകൾ അവരുടെ മുടിയൊന്നും പുറത്ത് കാണാത്ത രൂപത്തിൽ ഭദ്രമായി തല മറയ്ക്കുക. ചെറുപ്പക്കാരന്റെ മക്കളൊക്കെ ടവ്വലോ തൊപ്പിയോ വല്ലതും കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് തല മറയ്ക്കുക. എന്നിട്ട് സ്വലാത്ത് നല്ല ഉച്ചത്തിൽ ചൊല്ലുക. നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. മിക്കവാറും ഒരു ദിവസം കൂടി ഞാനിവിടെ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സുഹൃത്ത് തന്നെ എന്റെ പരിപാടി ഇസുദ്ദീൻ സഖാഫി ചിലപ്പോൾ ചെറിയൊരു അസൗകര്യം മുപ്പർക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ദിവസം കൂടി ഞാൻ സംസാരിക്കുമെന്ന് ഉണർത്തി. ഇതിന്റെ ബാക്കി അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട വിഷയം ഏതാണെങ്കിലും സംസാരിക്കുമെന്ന് ഉണർത്തി ഇപ്പൊ ഞാൻ തൽക്കാലം ചുരുക്കുകയാണ്. എല്ലാവരും 10 സ്വലാത്ത് ഉച്ചത്തിൽ ചൊല്ലണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا رب صل عليه وسلم. ഇഖ്ലാസോടെ നല്ല ഉച്ചത്തിൽ ആമീൻ പറയണം. കുറെ അധികം രോഗികൾ നമ്മുടെ വീടുകളിലും ഈ മജ്ലിസിലൊക്കെ ഉണ്ട്. ഈ ഭാഗത്തുനിന്ന് ധാരാളം ആളുകൾ എന്റെ കൂട്ടത്തിൽ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. അതിൽ പ്രിയപ്പെട്ട നമ്മുടെ വെമ്പായത്തുള്ള ഷാഫിയുടെ ഉമ്മ എന്റെ കൂട്ടത്തിൽ വന്ന കാലം മുതൽ ഒരു ഉമ്മ എന്ന രൂപത്തിൽ പെരുമാറിക്കൊണ്ടിരുന്നു. ഇപ്പൊ അടുത്ത് മരിച്ചു. എനിക്ക് ആ സമയത്ത് വരാൻ പറ്റിയില്ല. അല്ലാഹുവിന്റെ ഖബർ പ്രകാശിപ്പിക്കുമാറാവട്ടെ. വല്ലാതെ ഇൽമിന്റെ അഹ്ലുകാരെ സ്നേഹിച്ച ഒരു മഹദിയാണ്. അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്ത എല്ലാ ഹസനാത്തുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. അങ്ങനെ മാതാപിതാക്കളൊക്കെ മരിച്ചുപോയവരുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പലിശ കൊണ്ട് ജീവിതം പ്രതിസന്ധിയിലായവരുണ്ട്, മക്കൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പല ജാതി ആളുകളുണ്ട്. ഏറ്റവും വലിയത് ഒരു മുഅ്മിൻ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം ദുആ തന്നെയാണ്. അപ്പൊ ഞാൻ ദ്വാരക്കാൻ അർഹനല്ലെങ്കിലും ചെറിയ മക്കളും പ്രായമുള്ളവരും ഒക്കെ ഈ മജ്ലിസിലുണ്ട്. അവരുടെ ആമീൻ കൊണ്ട് അല്ലാഹു നമ്മളെ തട്ടിക്കളയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ ഉച്ചത്തിൽ ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ മുത്തുനബിയുടെ തിരുറൗളയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ നോട്ടമുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ഹുളൂറുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. നബി തങ്ങളെ മുന്നിലാക്കി കഴിവുപോലെ സ്വതക്ക ചെയ്ത് ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും സാദാത്യങ്ങളും പ്രായമുള്ളവരും ചെറിയ കുട്ടികളും ഒക്കെ ഒരുമിച്ച് കൂടി പ്രതീക്ഷകളോടെ നിന്നിലേക്ക് എത്തുന്ന കരങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ വന്ന ഒരാളെ പോലും നിരാശയോടെ മടക്കല്ലേ അല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഹിദായത്ത് നിലനിർത്തണേ അല്ലാഹ്. തഖ്വയുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൽബുകളൊക്കെ വളരെ മോശമാണെന്ന് ഞങ്ങൾക്കറിയാം. കിബർ, ഹസദ്, റിയ എന്ന് വേണ്ട നോക്കാൻ പറ്റാത്ത അസുഖങ്ങളാണ് ഞങ്ങളുടെ കൽബുകളിലൊക്കെ. നീ അത് വൃത്തിയാക്കി തരണേ അല്ലാഹ്. കൽബ് വൃത്തിയാകാതെ മരിച്ചാൽ ആഖിറം നഷ്ടപ്പെടും. അത്തരം ഹതഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ആരെയും നീ പെടുത്തല്ലേ അല്ലാഹ്. ഇബാദത്തിനോട് നല്ല താല്പര്യം നൽകണേ അല്ലാഹ്. തെറ്റുകളോട് കടുത്ത വെറുപ്പ് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, ഈ വന്നു നിൽക്കുന്നവരുടെ അതുപോലെ ഞങ്ങളോട് ദുആ ചെയ്തവരുടെ പൊന്നുപ്പമാർ, ഉമ്മമാർ, ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യ, മക്കൾ, ഉസ്താദുമാർ, കുടുംബത്തിലെ പലരും മരിച്ച് ഖബറിലാണ്. നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ വല്ലാതെ കഷ്ടപ്പെട്ടു വളർത്തി. ഞങ്ങൾ ഈ രൂപത്തിലായത് അവരുടെ അധ്വാനമാണ്. പക്ഷെ ഞങ്ങൾക്കൊരു വീടും മക്കളും സൗകര്യമൊക്കെ ആയപ്പോ അത് കാണാനില്ലാതെ അവർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. നീ അവർക്ക് പൊറുക്കണേ അല്ലാഹ്. അവരുടെ ഖബറുകൾ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്.
ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഹസനാത്തിന്റെയും സവാബ് അവരുടെ ഖബറിൽ ഒരു വെളിച്ചമായി നീ എത്തിക്കണേ അല്ലാഹ്. ഖബറിൽ വല്ല ശിക്ഷകളും ഉണ്ടെങ്കിൽ നീ ഉയർത്തണേ അല്ലാഹ്. മക്കളൊന്ന് വലുതായി കാണാൻ, അവർക്കൊരു നല്ല ജീവിതം കാണാൻ കാത്തിരുന്നിട്ട് അതൊന്നും കാണാതെ പെട്ടെന്നാണ് ഞങ്ങളെ വിട്ടതിൽ പോയത്. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മർഹമത്ത് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിപ്പുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഖിദ്മത്തിലൂടെ സ്വർഗം നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, ഈ വന്നു നിൽക്കുന്ന പലരും അവരുടെ ഭാര്യമാര്, മക്കളും കുടുംബങ്ങളും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരും രോഗികളാണ്. സുഖം നൽകണേ അല്ലാഹ്. ക്യാൻസർ എന്ന മാരക രോഗം സന്താന പരമ്പര ഖിയാമം വരെ നൽകല്ലേ അല്ലാഹ്. ആ രോഗം വന്ന് കീമോ റേഡിയേഷൻ കഴിഞ്ഞ് ശരീരത്തിലെ രോഗങ്ങളൊക്കെ കൊഴിഞ്ഞ് ആ ബോഡിയിലേക്ക് തന്നെ നോക്കാൻ ഞങ്ങളുടെ കൽബുകൾ അശക്തമാണ്. അത് വരാതെ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. വന്നവർക്ക് വേദന കുറച്ചു കൊടുക്കണേ അല്ലാഹ്. ശിഫ കൊടുക്കണേ അല്ലാഹ്. ഹൃദയത്തിന്റെ വാൽവിന് തകരാറ് തരല്ലേ അല്ലാഹ്. അറ്റാക്കിനോ ബൈപ്പാസിനോ വിധേയമാക്കല്ലേ അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ നൽകല്ലേ അല്ലാഹ്. ബ്ലഡ് ക്യാൻസർ നൽകല്ലേ അല്ലാഹ്. എയ്ഡ്സ്, കുഷ്ഠം പോലുള്ള രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. കണ്ണിന്റെ കാഴ്ച കുറയ്ക്കല്ലേ അല്ലാഹ്. കേൾവി ശക്തി നഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. കൈകാല് മുട്ടുകൾക്ക് അസഹ്യമായ വേദന തരല്ലേ അല്ലാഹ്. ഡിസ്കിന് തകരാറ് തരല്ലേ അല്ലാഹ്. ഉദര സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് വലയ്ക്കല്ലേ അല്ലാഹ്. കിഡ്നിക്ക് തകരാറ് തരല്ലേ അല്ലാഹ്. മൂത്രത്തിൽ കല്ലുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഷുഗർ വന്നിട്ട് അവയവങ്ങൾ മുറിച്ചു കളയേണ്ട ഒരു ഗതിയാക്കല്ലേ അല്ലാഹ്. കൊളസ്ട്രോൾ, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. തൈറോയിഡ് കൊണ്ട് വലയ്ക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നു മക്കളെ ഞങ്ങളുടെ മുന്നിൽ നീ രോഗികളാക്കല്ലേ അല്ലാഹ്. അനുഗ്രഹമായി തന്ന അവയവങ്ങൾ മുറിച്ചു കളയേണ്ട ഒരവസ്ഥ തരല്ലേ അല്ലാഹ്. ശ്വാസം മുട്ട് നൽകല്ലേ അല്ലാഹ്. അപസ്മാര രോഗികളാക്കല്ലേ അല്ലാഹ്. ഇബാദത്തിന് കഴിയാതെ, നിത്യജോലികൾക്ക് കഴിയാതെ ശരീരം തളർന്ന് കാഷ്ടത്തിലും മൂത്രത്തിലുമായി നീ ഞങ്ങളെ കിടപ്പിലാക്കല്ലേ അല്ലാഹ്. യാ അല്ലാഹ്, ഈ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവിടെ വന്ന സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാര്, മക്കള്, മരുമക്കള്, ഞങ്ങളൊക്കെ എപ്പോഴും യാത്രക്കാരാണ്, വാഹനങ്ങൾ ഓടിക്കുന്നവരാണ്. അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്. അപകട മരണങ്ങൾ നൽകല്ലേ അല്ലാഹ്. വികൃതമായ മയ്യത്തിന്റെ ഉടമകളാക്കല്ലേ അല്ലാഹ്. പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാകുന്ന മോർച്ചറികൾ മയ്യത്ത് സൂക്ഷിക്കുന്ന ദുരവസ്ഥ നൽകല്ലേ അല്ലാഹ്. യാ ഹഫീളു യാ അല്ലാഹ്. യാ ഹഫീളു യാ അല്ലാഹ്. യാ ഹഫീളു യാ അല്ലാഹ്. ഞങ്ങളുടെ വാഹനങ്ങളെ ഒക്കെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ വന്നവര് കച്ചവടക്കാര്, കൃഷിക്കാര്, കൂലിപ്പണിക്കാര്, ഡ്രൈവർമാര്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥര്, പ്രവാസികൾ, ഏത് തലങ്ങളിലുള്ളവരാണെങ്കിലും പുരോഗതി കൊടുക്കണേ അല്ലാഹ്. പുരോഗതി കൊടുക്കണേ അല്ലാഹ്. പരാജയം നൽകല്ലേ അല്ലാഹ്. കടം കൊണ്ട് വലയ്ക്കല്ലേ അല്ലാഹ്. പലിശ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. കടക്കാരായി നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മയ്യത്ത് പള്ളിയിൽ വരുമ്പോ കടക്കാര് മയ്യത്തിന് വിലപേശുന്ന ഗതികേട് നൽകല്ലേ അല്ലാഹ്. നിന്റെ മുന്നിൽ കരയാൻ, കൈനീട്ടാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല. പക്ഷെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നു മറ്റൊരുത്തന്റെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേട് ഞങ്ങളുടെ സന്താന പരമ്പര ഖിയാമം വരെ ഒരാൾക്കും നീ നൽകല്ലേ അല്ലാഹ്. യാ അല്ലാഹ്, ആര് ഞങ്ങളെ കൈവിട്ടാലും റബ്ബായ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ്. റബ്ബായ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ്. റബ്ബായ നീ ഞങ്ങളെ മുത്തുനബിയുടെ ബഹുമാനം കൊണ്ട് കൈവിടല്ലേ അല്ലാഹ്. കുടുംബത്തിലും കുടുംബ ജീവിതത്തിലും ഭാര്യ മക്കളിലും സമാധാനവും സന്തോഷവും നിലനിർത്തി തരണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ മാറ്റണേ അല്ലാഹ്. ഭാര്യമാരെ കൊണ്ടുള്ള വിഷമങ്ങൾ മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. മക്കളെ കൊണ്ട് ഞങ്ങളെ നീ കണ്ണുനീരിലാക്കല്ലേ അല്ലാഹ്. എല്ലാ പൈശാചികതയും മാറ്റണേ അല്ലാഹ്. സർവ്വ സിഹറുകളും ബാത്തിലാക്കണേ അല്ലാഹ്. എല്ലാ ശർറുകളെ തൊട്ടും കാവല് നൽകണേ അല്ലാഹ്. പ്രകൃതി ദുരന്തങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്. മാറാവ്യാധികൾ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ ആരെയും പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ പൊന്നുമക്കളെ അനാഥരാക്കല്ലേ അല്ലാഹ്. ഭാര്യമാരെ വിധവകളാക്കല്ലേ അല്ലാഹ്. ഭാര്യമാരുടെ മരണം കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. വീടുകളില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. തുടങ്ങിയ വീടിന്റെ പണികൾ പൂർത്തീകരിക്കണേ അല്ലാഹ്. ജോലികളില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. സിസേറിയൻ നൽകല്ലേ അല്ലാഹ്. പ്രവാസ ലോകം പ്രതിസന്ധിയിലാണ്, ഞങ്ങളുടെ പ്രവർത്തകരെ അതിലൊന്നും നീ പെടുത്തല്ലേ അല്ലാഹ്. ഖൈറായ ജോലി നീ നൽകണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. പടച്ചോനെ, മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായ ഭരണം നിലനിർത്തണേ അല്ലാഹ്. സമാധാനം നൽകണേ
നൽകണേ അല്ലാ. ഞങ്ങളെ ക്രൂശിക്കുന്ന ഒരവസ്ഥ നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ നീ ദില്ലത്തിലാക്കല്ലേ അല്ലാ. ശത്രുക്കളുടെ മുന്നിൽ ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാ. യാ അല്ലാ, ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മരിച്ചുപോയ മശായിഖന്മാർ ഉസ്താദുമാരുടെ ദറജ ഉയർത്തണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ള സുൽത്താനുൽ റഈസുൽ ബദർ ഉസ്താദ് തുടങ്ങി ഞങ്ങളുടെ നേതൃത്വത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ തണൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് നാദനില്ലാത്ത ഒരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. യാ അല്ലാഹ്, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഈ മഹല്ലിനെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഇതിനു വേണ്ടി ഓടിപ്പറയുന്ന പ്രവർത്തകരെ നീ ഏറ്റെടുക്കണേ അല്ലാ. സംഘാടകരെ നീ ഏറ്റെടുക്കണേ അല്ലാ. നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാരെ ഏറ്റെടുക്കണേ അല്ലാ. ഈ ആഖിർ സമാനിൽ നിന്റെ ഹബീബിന്റെ മദ്ഹ് ഉയർത്തിപ്പിടിച്ച് നടക്കുന്നവരാണല്ലോ. ഒരു പരാജയം അവർക്ക് നീ കൊടുക്കല്ലേ അല്ലാ. അവർക്കും ഞങ്ങൾക്കുമൊക്കെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു സെക്കൻഡ് കാണാൻ ഈ മജ്ലിസ് ഒരു കാരണമാക്കണേ അല്ലാ. സക്കറാത്തിന്റെ സമയത്തിലും ഖബറിലും മഹ്ശറിലും ഞങ്ങളുടെ നേതാവിനെ കൊണ്ടുവന്നിട്ട് അറിയുമോ എന്ന് ചോദിക്കുമ്പോ അറിയാം, ഞങ്ങൾ ദുനിയാവിൽ കണ്ടിട്ടുള്ള മുഖമാണെന്ന് പറയാൻ ചെറിയൊരു പരിചയം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അതിനു മുമ്പ് ഞങ്ങളുടെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാ. അതിനു മുമ്പ് ഞങ്ങളുടെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും നിരവധി തവണ നിർവഹിക്കാൻ അവസരം തരണേ അല്ലാ. നിർവഹിച്ചതൊക്കെ കബൂലാക്കണേ അല്ലാ. ഈ നാട്ടിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചോനെ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, ചെറുപ്പക്കാർ, ഉപ്പമാര്, ഉമ്മമാര്, പലരുടെയും കണ്ണുകൾ നിറയുന്നു. എനിക്ക് പറയാൻ പരിമിതികളുണ്ട്. എന്തൊക്കെ അവർ നല്ലത് മനസ്സിൽ കരുതിയോ മുഴുവനും നിറവേറ്റി കൊടുക്കണേ അല്ലാ. അവരെ അലട്ടുന്ന എന്ത് വേദനകളുണ്ടെങ്കിലും പരിഹരിക്കണേ അല്ലാ. യാ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കണം. എത്ര ആളുകളാണ് സക്രാത്തിന്റെ സമയത്ത് വെള്ളമിറങ്ങാതെ കലിമ ഉച്ചരിക്കാതെ കൈകാലിട്ടടിക്കുന്നു. അത്തരം ഒരു മരണം നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. മരണം ഖൈറാകുമ്പോ കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞു സ്വർഗം കൊണ്ട് മരിക്കുന്നവർ ഉൾപ്പെടുത്തണേ അല്ലാ. ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഔദാര്യമായി സ്വർഗം നൽകണേ അല്ലാ. മുത്തുനബിയുടെ ജിവാറ് നൽകണേ അല്ലാ. ഹൗദുൽ കൗസർ നൽകണേ അല്ലാ. നിന്നെ കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഹുബ്ബുർ റസൂലിന്റെ മജ്ലിസിൽ ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും പ്രായമുള്ളവരും കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടി സ്വലാത്ത് ചൊല്ലി സ്വദഖ ചെയ്ത് നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ നീ സ്വീകരിക്കണം റഹ്മാനേ. ഉത്തരം തരണേ റഹ്മാനേ. വെറും കൈയോടെ മടക്കല്ലേ റഹ്മാനേ. അല്ലാഹുമ്മ അൻസുർ ലി ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദിൻ صلى الله عليه وسلم. فرج عن أمة سيدنا محمد صلى الله عليه وسلم. تجاوز عن أمة سيدنا محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين بحق صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا